യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. എല്ലാം ഫേസ്ബുക്ക് ഫാമിലിക്കും എല്ലാം ഹെവൻലി ഫീസ്റ്റിലെ എൻ്റെ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാനിപ്പോഴും വൈകുന്നേരമായിട്ടും തോമസ് കുട്ടി ബ്രദറിൻ്റെ രാവിലത്തെ ക്ലാസ്സിനകത്ത് ഇങ്ങനെ മുഴുകി നിൽക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അപ്പോസ്തലനെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ രാവിലത്തെ സെഷൻ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെവൻലി ഫീസ്റ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നിങ്ങൾ കേൾക്കണം. ഇറ്റ് വാസ് അമേസിങ്. തോമസ് കുട്ടി ബ്രദർ ഇതൊക്കെ വെച്ചോണ്ടാണ് ഞങ്ങളോട് ഇതൊന്നും പറയാതിരുന്നത്. തോമസ് കുട്ടി ബ്രദറും കുടുംബത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. തോമസ് കുട്ടി ബ്രദർ എപ്പോഴും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ തോമസ് കുട്ടി ബ്രദറിന് വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ ഒരു അപ്പോസ്തലനായി നമുക്ക് ദൈവം ദാനമായി തന്ന ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ക്ലാസ്. യു വിൽ അഗ്രി വിത്ത് മീ. ഐ വാസ് സോ ബ്ലെസ്ഡ്. വേറെ ആരും അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിലും ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടു. തോമസ് കുട്ടി ബ്രദർ ഇന്ന് പഠിപ്പിച്ച പല കാര്യവും ആദ്യമാണ് ഞാൻ കേൾക്കുന്നത്. ചരിത്രവും ബൈബിളിനകത്തുനിന്ന് ദ വേ യു പ്രൂവ്ഡ് ഇറ്റ് വാസ്. സോ ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഡ് നോട്ട് മിസ് ദ മോർണിംഗ് മെസ്സേജ് ഓഫ് ടുഡേ. എല്ലാ മെസ്സേജും അടിപൊളിയാണ്. ഇന്നത്തേത് ചരിത്രത്തിനകത്തുനിന്ന് ഇറ്റ് വാസ് എക്സലൻറ്റ്. എസ്പെഷ്യലി ആലിയയിലോട്ട് വന്ന് നിർത്തുമ്പോൾ ഈ ബൈബിളിൻ്റെ ഓരോ പേജുകളും ഹൗ റെലവൻറ്റ്, എന്നാ പറയുന്നത്, വലിയൊരു ജീവൻ കൊണ്ടുവരുമായിരുന്നു. ഇറ്റ് വാസ് ബ്രിങ്ങിങ് ദ ബൈബിൾ ടു ലൈഫ്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ലൈഫ്. ബട്ട് വെൻ യു കം ടു നോ, നമുക്ക് മനസ്സിലാകണം ഹൗ ഗോഡ്, ദൈവം പറഞ്ഞ വാക്കും നിവർത്തിച്ച വാക്കും. കർത്താവ് അനുവദിച്ചാൽ when we go further into the studies we will be amazed. കർത്താവ് പറഞ്ഞതും വർഷങ്ങൾ കഴിഞ്ഞ് അത് നിവർത്തിച്ചു കഴിഞ്ഞിട്ട് പ്രൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ് യേശുവിൻ്റെ വരും. ഈ പറഞ്ഞതുപോലെ തന്നെ കർത്താവ് വരും. അവൻ കുത്തിയവങ്കിലേക്ക് നോക്കുന്നു പറയുന്ന പോലെ ഇസ്രായേൽ ജനം രാജ്യങ്ങളിൽ ചെതറിക്കപ്പെട്ടതും അവരെ തിരിച്ചു കൊണ്ടുവന്നതും ഇന്ന് തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ആ വലിയ പദ്ധതി പലതും we cannot speak, but it is amazing. I'll tell you, everyone. മാത്രമല്ല, നമ്മൾ 10 ദിവസമായി ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ ഇന്ന് 9 10 കഴിഞ്ഞ 23rd തുടങ്ങി. 23rd മുതൽ ഇന്നലെ വരെ 8, ഇന്ന് 9. എത്ര പെട്ടെന്നാണ് ദിവസം പോകുന്നത്. ഇനി 30 ദിവസം കൂടെ. ആൻഡ് ഇന്നർ ചേംബർ എന്ന് പറയുന്ന മെസ്സേജിലോട്ട് നമ്മൾ കടക്കുവാണ്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എക്സൈറ്റിംഗ്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന മുമ്പേ PG വർഗീസ് അങ്കിളുടെ ഒരു ഫലിതം കണ്ടിട്ടാണ് വന്നത്. അദ്ദേഹം ഇപ്പോൾ ഒരു വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചുമ്മാ ഒരു PG വർഗീസ് അങ്കിളിനെ അറിയാമല്ലോ, ഒരു നല്ല ഫലിതം പറയുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ആദാമും ഹവ്വായും ചൈനക്കാർ ആയിരുന്നെങ്കിൽ ആ പാമ്പിനെ തിന്ന് ആപ്പിൾ കളഞ്ഞാന്ന് എന്ന് പറഞ്ഞപ്പോൾ ഒരു തിരുമേനി PG വർഗീസ് അങ്കിളിനോട് പറഞ്ഞത്, അവർ മലയാളികളായിരുന്നെങ്കിൽ ഏതൻ തോട്ടം മുഴുവൻ വെട്ടിത്തെളിച്ച് റബ്ബർ ഷീറ്റും കൊടുത്തുകൊണ്ട് നടന്നതാണ്. വെൽ, കൊറോണ ഇസ് എ ടൈം ടു ലാഫ്, ഇറ്റ്സ് എ ടൈം ടു എൻജോയ് ആൻഡ് ടു ഗോ സ്വിം ഡീപ്പർ ഇൻ ടു ദ റിവർ ഓഫ് ലൈഫ്. സോ 1-2 ചോദ്യങ്ങൾ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓൾ ദോസ് ഹു ആർ, ഞാൻ ഇന്നലെ നമ്മുടെ മല്ലിക കുറുപ്പ് സിസ്റ്റർ ട്രിവാൻഡ്രത്ത് നിന്ന് എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ബ്രോഡ്കാസ്റ്റിംഗ്, മീഡിയ, ഹൗ മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരും റിസ്ക് ചെയ്ത് നിൽക്കുക.
മല്ലിക ഗ്രൂപ്പ് നമ്മുടെ ട്രിവാൻഡ്രം നിന്നും കോട്ടയത്ത് വന്ന് അറ്റൻഡ് ചെയ്തിച്ച് പോകുന്ന ഒരു സഹോദരി, ദ ഫോൾ ഫാമിലി. സഹോദരി ഓൾ ഇന്ത്യ റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഓൾ ഇന്ത്യ റേഡിയോ ഇസ് സ്റ്റിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദേ ഹാവ് ടു ഗോ. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ, ടെലിവിഷൻ, നമുക്ക് ഓർത്ത് നോക്കിക്കുക, ആ എൻ്റർടൈൻമെൻറ്റ് സെക്ടർ പ്ലസ് ന്യൂസ്, ഇതെല്ലാം പ്രൊവൈഡേഴ്സ് ആർ ഗോയിങ് ഔട്ട് ആൻഡ് വി ഷുഡ് പ്രേ. അപ്പോൾ തന്നെ ഇന്നലെ കർഷകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ചും നമ്മൾ പൈനാപ്പിൾ കർഷകരെ സഹായിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ദ റെസ്പോൺസ് വാസ് വെരി വെരി ഗുഡ്. എന്നോട് ആഗ്രഹ ബ്രദർ പറഞ്ഞു, റെസ്പോൺസ് വാസ് വെരി ഗുഡ്. ബിനു ചാണ്ടപ്പിള്ള ബ്രദറെ, ബിനോയ് ബ്രദറെ, താങ്ക് യു ഫോർ കമ്മിങ്. ബിനോയ് ബ്രദറിൻ്റെ മെസ്സേജ് ഇസ് റിയലി എൻകറേജിങ്. ബിനോയ് ബ്രദർ നമ്മുടെ ലീഗൽ സെല്ലിൻ്റെ ചീഫാണ്. ഈസ് നൗ ഇൻ ന്യൂയോർക്ക്. വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് കൊറോണ കേസസ് വരുന്നുണ്ട്. പക്ഷേ താൻ എനിക്ക് അയച്ച മെസ്സേജ് ഇതിൻ്റെ മധ്യത്തിൽ ലൈവ് ശരിക്കും ഒരു ജീവശ്വാസം പോലെ വരിക. ഇറ്റ് ഈസ് ലൈഫ് ഗിവിങ് ആൻഡ് വി ആർ ബോൾഡ്. ചുറ്റും പലതും നടക്കുന്നുണ്ട്, പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ ന്യൂയോർക്ക് സഭയിലെ എല്ലാവരും വളരെ അധികം ബെസ്റ്റായിട്ടിരിക്കുന്നു. ആൻഡ് എവ്രി വൺ ഇസ് ഗ്ലൂഡ് ഇൻ ടു ദ ഫേസ്ബുക്ക്. വാസ്തവത്തിൽ എല്ലായിടത്തും ലോക രാജ്യങ്ങളിൽ നിന്നും നമ്മൾ എന്തൊരു കൂട്ടായ്മയാണ്. നെവർ ബിഫോർ ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇന്ന് ഞാൻ കുവൈറ്റിലെ രാജേഷ് ബ്രദറായിട്ട് സംസാരിക്കുകയായിരുന്നു. സോ ഹി വാസ് ടെല്ലിങ് വിസ്മയം. കാര്യം എല്ലാ ദിവസവും ഇതുപോലൊരു മെസ്സേജ്. ജെബി ബ്രദർ കാനഡ എന്ന് പറയായിരുന്നു. വാസ്തവത്തിൽ താനൊരു ദർശനം കണ്ടിട്ടാണ് പറഞ്ഞു. ദർശനത്തിൽ ആ ഇന്നർ ചേംബർ തങ്കുബ്രദറെ എല്ലാവർക്കും പ്രവേശനമില്ല. ആ പ്രവേശനമുള്ളവർക്ക് ആർക്കാന്ന് ചോദിച്ചാൽ ഒന്ന് കർത്താവുമായിട്ട് ബന്ധമുള്ളവരും കർത്താവിൻ്റെ പ്രൈവറ്റ് ചേംബറാണ് എന്ന് പറയാൻ ഹി ടോൾഡ് തൻ്റെ ഡ്രീം ഈ ലൈവ് കണ്ട് യു ആർ വെരി കറക്റ്റ്. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു സാധനമല്ല. കൃപയുടെ സുവിശേഷത്തിൽ നമ്മളെ കർത്താവ് കൊണ്ടുവന്നു. പക്ഷേ നീതിയുടെ വചനമാണ് നമ്മളെ നന്മ തിന്മകളെ. ഐ വിൽ കം ടു ദാറ്റ്. ഓരോ ദിവസവും ചെല്ലുന്തോറും വി ആർ ബീങ് റിഫ്രഷ്ഡ്, വി ആർ ബീങ് റിന്യൂഡ്. കഴിഞ്ഞ ദിവസം ത്തിലെ ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടെ നമുക്ക് ഒന്ന് നോക്കാം. റെജി ബ്രദറെ, താങ്ക് യു ഫോർ ജോയിനിങ്. ഓൾ ഓഫ് യു ജോയിൻ ചെയ്യുന്നത് നല്ലത്. എൻ്റെ 1 മിനിറ്റ് വാട്സപ്പിന് വേണ്ടി പലരും ഇമെയിൽ അയക്കുന്നുണ്ട്. ആ ഇമെയിൽ അയക്കുമ്പം ദയവ് ചെയ്ത് അതിൻ്റെ ഏരിയ കോഡൂടെ അയക്കണം. നമ്പർ മാത്രം അയക്കുമ്പം എവിടെ നിന്നാണ് എന്ന് അറിയാൻ സാധിക്കത്തില്ല. I was hoping that you would explain the book of Revelation. Yes, Revelation വരട്ടെ. ഇന്നർ ചേംബർ എടുത്ത് ചാടരുത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ഈ പണ്ട് കളരിക്ക് പോകുമായിരുന്നു. അപ്പം ഞാൻ ഈ കളരി പഠിക്കാൻ പോയത് എന്താണെന്ന് ചോദിച്ചാൽ, വല്ലവരെയൊക്കെ ഇട്ട് 2 എണ്ണം കൊടുക്കണമെങ്കിൽ ഒരു അടിയൊക്കെ കൊടുത്ത് പഠിക്കാൻ. മണിക്കുട്ടൻ ആശാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഒരു ശാഖയുണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ കളരിക്ക് പോയിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പഠിക്കും. കഥ കേൾക്കണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ നേരെ വചനത്തിലോട്ട് കിടക്കാം. അപ്പം അവിടെ ഞാൻ കളരി പഠിക്കാൻ പോയി. അപ്പം മണിക്കുട്ടൻ ആശാനെ പോയി കണ്ടു, ദക്ഷിണമൊക്കെ കൊടുത്തു. ഞാൻ അകത്ത് കയറി ചെന്നു. ഞാൻ അപ്പം നോക്കുമ്പോൾ അവിടെ ഭയങ്കര പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഉടനെ കളരി ആശാൻ മണിക്കുട്ടൻ ആശാൻ കഴിഞ്ഞ ദിവസം ഒരു മാസം മുമ്പേ കോട്ടയത്തെ സഭായോഗം കഴിഞ്ഞ് നിന്നപ്പോൾ വന്നു. തലമുടിയൊക്കെ നരച്ചു, പക്ഷേ ഷേപ്പ് ഇപ്പോഴും അതുപോലെയാണ്. എന്നോട് പറഞ്ഞു, മക്കളെ ഒന്നും പഠിപ്പിച്ചില്ല, കൊച്ചുമക്കളെങ്കിലും പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും. സോ അലക്സാണ്ടർ ബ്രദർ, താങ്ക് യു. സോ ഞാൻ അവിടെ കയറി ചെന്ന ഉടനെ ആശാനെ തൊഴുത് ഞാൻ പഠിക്കാൻ വരുന്നതാണെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചെരുപ്പ് എവിടെ ഇട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചെരുപ്പ് വെളിയിലിട്ടെ. അല്ല, ഏത് വശത്തായിട്ട്, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ?
ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ അടിതട പഠിക്കാൻ വന്നതാ, 2 അടിക്കുന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പം അദ്ദേഹം പറഞ്ഞു ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതല്ലേ പറഞ്ഞേ, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ വളരെ നിരാശനായി. തിരിച്ച് വീണ്ടും പിറ്റേ ദിവസം ചെന്നു. ഞാൻ അവിടെ ചെന്ന് കയറി. അപ്പം ബാക്കി എല്ലാവരും ഭയങ്കര എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചുമ്മാ ഇരിക്കുക. അദ്ദേഹം എന്നോട് ചോദിച്ചു ചെരുപ്പ് എവിടെ ഇട്ടെ? ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ സംശയം വലത്ത് ഭാഗത്തായിട്ടെ. അദ്ദേഹം പറഞ്ഞു പോയി നോക്കിച്ചു വരാം. ഞാൻ നോക്കിയപ്പോൾ ഇടതുവശത്താണ്. ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇടതുവശത്താണ്. ഇന്നത്തെ ക്ലാസ് തീർന്നു, പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിവിടെ കളരി പഠിക്കാൻ വന്നതാണ്. അപ്പം കളരി പഠിക്കാൻ വന്ന എന്നെ ഇങ്ങനെ പറഞ്ഞത് പഠിക്കണമെങ്കിൽ മതി, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഇത് എന്നെ ഈ പഠിപ്പിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു ആദ്യമേ അവെയർനെസ് കാണണം, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ബോധ്യം വരണം, ആ ഫാക്കൽറ്റി. അപ്പോൾ അതാ ഞാൻ ആദ്യം ഓർത്ത് കൊള്ളാം. അപ്പം പിറ്റേ ദിവസം ഞാൻ തിരിച്ചു വന്നപ്പം ഞാൻ കറക്റ്റ് എവിടെയാണെന്ന് ഓർത്ത് അകത്ത് കയറി. എന്നോട് ചോദിച്ചു എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു വലത്ത് ഭാഗത്താണ്. ഓക്കെ, അന്ന് എക്സസൈസ് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അടിക്കാൻ പഠിപ്പിക്കും. മെയ് വഴക്കം പഠിക്കുക ആദ്യമേ, ആദ്യമേ വഴങ്ങട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു 3 വർഷം ഇടത്തമർന്നും വലത്തോട്ടും കയറി അതൊക്കെ ഒന്നും പഠിച്ചില്ല. മെയ് വഴക്കം. അവസാനം ഞാൻ പറഞ്ഞ ഒരു 3-4 മർമ്മം പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞു മർമ്മം പഠിപ്പിക്കത്തില്ല, ആദ്യമേ മെയ് വഴക്കം വരട്ടെ, ആദ്യമേ ഒഴിവ് പടാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മെയ്യൊക്കെ ഒന്ന് വഴങ്ങട്ടെ, നമ്മുടെ ആ ഹൃദയമൊക്കെ ഒന്ന് പൊട്ടി മാംസഹൃദയമാക്കി പരിശുദ്ധാത്മാവിൻ്റെ സെൻസിറ്റീവ് വരുമ്പോൾ. ഞാൻ നിങ്ങളോട് പറയാം, ഈ കളരി എന്ന് പറയുന്നത് ബെസ്റ്റാണ്. ഞാൻ വർഷങ്ങൾ പോയി, ഭയങ്കര കൂളാക്കും നമ്മളെ, ഭയങ്കര എടുത്തു ചാടി ആരുടെ പുറത്തും കൈവെക്കത്തില്ല, ആരോട് റിയാക്റ്റ് ചെയ്യത്തില്ല. കളരി യഥാർത്ഥ കളരിയാശാൻ്റെ കീഴെ പഠിച്ച ആളാണെങ്കിൽ ഏറ്റവും ശാന്തനായിരിക്കും. കാരണം തനിക്കറിയാം താൻ ആരാന്നും എന്താന്നും ഒക്കെ അറിയാം. ഇറ്റ്സ് വെരി ഗുഡ് മാർഷൽ ആർട്ട്. കേരളത്തിലെ മാർഷൽ ആർട്ടാണ്. ഇതാണ് പിന്നീട് ഹിസ്റ്ററി പറഞ്ഞാൽ വൈക്കത്തെ ഒരു ബുദ്ധ സന്യാസി ചൈനയിൽ പോയി ഷാവോളിൻ ടെമ്പിൾ തുടങ്ങി അവിടെ കുങ്ഫു ആക്കിയതും, അവിടുന്ന് ജപ്പാനിൽ പോയി സെൻ ബുദ്ധിസം ആരംഭിച്ച് കരാട്ടെ ആക്കിയതും എല്ലാം ഈ കളരിയാണ്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സസൈസ്. മെൻ്റലി നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഏതായാലും ഞാൻ പറഞ്ഞു വന്നതല്ല, നേരെ ഇന്നർ ചേംബറിൽ ചെല്ലുന്ന മുമ്പേ ലെറ്റ് us ബി അവെയർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നൊക്കെ അവിടെ പഠിപ്പിച്ചത് എന്താ? അവെയർ, ചുറ്റും നടക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഒരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ എന്തൊക്കെ ചുറ്റും ഇരിക്കുന്നത്, ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സ്പിരിറ്റിനെയും കൂടെ ഇനി ട്രെയിൻ ചെയ്യാൻ പോവുക. നമ്മുടെ സ്പിരിറ്റിനെ ട്രെയിൻ ചെയ്യണം, സോ ദാറ്റ് വിൽ ബി അവെയർ ഓഫ് ദി ആബ്സെൻസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇല്ലായ്മ മനസ്സിലാക്കാൻ സാധിക്കണം. കാര്യം എന്താ? 24 മണിക്കൂറും കർത്താവിൻ്റെ പ്രസൻസിലാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ അകത്ത് നിന്നുമ്പോൾ ചെന്ന് നമുക്ക് കാണാൻ മേല, പക്ഷേ അകത്ത് ഇരിപ്പുണ്ട് പരിശുദ്ധാത്മാവ്. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നത്, അവനിലല്ലോ നാം നടക്കുകയും ഇരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ ചോദ്യം ചോദിച്ചത് ബിക്കോസ് യു മൈറ്റ് ബി മച്യൂർ, ബട്ട് ദർ മൈറ്റ് ബി thousands who are immature, thousands who might not know. I am also not mature. ഇപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് ഓരോ ദിവസവും അറിയുന്തോറും ഐ ആം അമേസ്ഡ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ ലൈവ് ഇരിക്കുമ്പം ബിഫോർ ദാറ്റ് ഐ സിറ്റ് ആൻഡ് പ്രേ. ആൻഡ് വാട്ട് ഐ ഹാവ് റെഡ്, ഞാൻ നേരത്തെ വായിച്ചത് വീണ്ടും വായിക്കുമ്പോൾ ഐ എം അമേസ്ഡ്. കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ട് തരുന്നു. നൗ സോ ഐ വിൽ റീച്ച് ദെയർ. ധൃതി വെക്കണ്ട. കാര്യം ഇനിയും 31 ദിവസം കൂടെ ഉണ്ട്. 30 ദിവസങ്ങളിൽ വി ആർ ഗോയിങ് ടു ബി പോളിഷ്ഡ്. അതിൻ്റെ ഇടയ്ക്കൊരു സഹോദരൻ എനിക്ക് ടീന ജോർജിൻ്റെ എതിരെ വന്ന
ഒരു ഇമെയിൽ അയച്ചു. ലുക്ക്, ഐ ഡോണ്ട് ലൈക്ക് റബിഷ്. എൻ്റെ അടുക്കൽ ഇത് ആരും അയക്കാറുമില്ല, വരാറുമില്ല. ടിനു ജോർജ് എന്നെ പറയും. ടിനു ജോർജ് അഭിഷക്തനായൊരു ദേവദാസൻ. ഞാൻ ഒരൊറ്റ വാക്കിൽ ഇതിൻ്റെ മറുപടി പറയാം. ടിനു ജോർജ് പറഞ്ഞെന്നേ ഉള്ളൂ. ഇയർ ഓഫ് ഫ്ലറിഷിംഗ്, ഇയർ ഓഫ് ദൈവത്തിൻ്റെ നടുതല എന്ന് പറഞ്ഞ് ഫ്ലറിഷിംഗ് ടിനു ജോർജ് പാസ്റ്റർ പറഞ്ഞു. പറഞ്ഞത് ടിനു ജോർജ് പാസ്റ്ററാണ്. പറയിപ്പിച്ചവൻ ദൈവമാണ്. പറയിപ്പിച്ചവൻ നിവർത്തിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ എൻ്റെ മറുപടി. ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ ഇൻറ്റേർണലി ഞാൻ എല്ലാവരുമായിട്ട് വി ആർ വെരി ക്ലോസ്. പക്ഷേ ആ ഇമെയിൽ എനിക്ക് അയച്ചതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ചിരിക്കാനായിട്ടാണോ കളിയാക്കാനാണോ? ദയവ് ചെയ്ത് മറ്റൊരു ദേവദാസന്മാരെ കുറിച്ചുള്ള കുറ്റം എനിക്ക് അയക്കരുത്. എനിക്കിഷ്ടമില്ല എന്നെ തന്നെ അന്യൻ്റെ പാപത്തിൽ പങ്കാളിയാകാൻ എനിക്കിഷ്ടമില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് ഫാമിലി, എൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്ന ഹെവൻലി ഫീസ്റ്റ് ഫാമിലിക്ക് അറിയാം, ഒരു വേണ്ടാത്ത കാര്യം ഫോർവേഡ് ചെയ്യരുത്. ഇത് തുടങ്ങിയ ആളുടെ പാപത്തിൽ നിങ്ങളും പങ്കാളിയാകുക ചെയ്യരുത്, രസിക്കരുത്. നമ്മൾ ആ ദേവദാസൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ് ടിനു ജോർജ് പാസ്റ്റർ. അടുത്തൊരു തലമുറയുടെ ലീഡറാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കൈയടിച്ച് ചിരിക്കാൻ ആൾക്കാർ കാണും. പക്ഷേ കൈയടിച്ച് ചിരിക്കുന്നവരും അദ്ദേഹത്തിൻ്റെ എതിരെ പറഞ്ഞവരും അടിവരയിട്ട് പറയാം, ഇത് 3 മാസമേ ആയിട്ടുള്ളൂ, വിത്ത് വിതച്ചിട്ടേ ഉള്ളൂ വചനം. അത് കണ്ട് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താൽ യു വിൽ ഫ്ലറിഷ്. ദൈവവചനം കേൾക്കുന്നവർ അത് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞാൽ അനുഗ്രഹമാണ്. അതിനെ കളിയാക്കിയാൽ, പക്ഷെ വേറൊരു ദോഷം കൊണ്ടുണ്ട്. ഈ ദൈവവചനത്തിൻ്റെ ഒരു ദോഷം, മോശെ അവർ കളിയാക്കി. മോശെ അവർ കളിയാക്കിയിട്ട് പറഞ്ഞു, നീ ആരാടാ ഞങ്ങളോട് സംസാരിക്കുന്നത്? ഇറങ്ങിപ്പോൾ ഭയങ്കര ബഹളായി. മോശ അവിടെ നിന്ന് ഇറങ്ങി ഓടി. അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വളരെ മനോഹരമായൊരു വാക്കുണ്ട്, വളരെ മനോഹരമായൊരു വാക്ക്. ഏത് മോശയാണോ അവർ നീ ആരാ, ന്യായാധിപനാണോ എന്ന് ചോദിച്ച് ഇറക്കി വിട്ടത്, അതേ മോശ വേണ്ടി വന്നു അവരുടെ വിടുതൽ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളിൽ ഒരു കാര്യം, ഏത് ദൈവദാസനെയാണോ നിങ്ങൾ മോശമായി പറഞ്ഞത്, കളിയാക്കിയത്, അവിടുന്ന് അടുത്തൊരു ദൈവദാസൻ്റെ അടുത്ത് പോയി തലേ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തില്ല. ദൈവം നീതിമാൻ. ആരെയാണോ നിങ്ങൾ വേണ്ടാത്തത് പറഞ്ഞത് ആ മനുഷ്യൻ്റെ അടുക്കൽ തന്നെ ചെല്ലണം. അതാ ദൈവത്തിൻ്റെ നീതി. ഞാനൊരു സം ഇൻസിഡൻറ്റ് ഞാൻ പറയാം. ഒരു എന്ന് പറഞ്ഞ ബ്രദർ, താൻ ഉന്നത പെയിൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒറ്റമകൻ. അദ്ദേഹം എൻ്റെ അടുക്കൽ വരുമ്പം കയ്യിലൊന്നുമില്ല, തകർന്ന് തരിപ്പണമായിരിക്കുക. തരിപ്പണമായി എൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിക്കാൻ. ഞാൻ അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചു. ഒരു വ്യത്യാസം, ഞാൻ അന്ന് ബിസിനസ്സിലും. അപ്പോൾ രാവിലെ ഞാൻ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഒരിക്കൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് ഇയാളെ വിടുവിക്കണം, അല്ലെങ്കിൽ വേറെ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ബിക്കോസ് ഐ എം ഫെഡ് അപ്പ്. എല്ലാം ദിവസം ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒന്നും ആയില്ല തങ്ങൂറാതെ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവവചനത്തിൽ ഒരു വാക്കുണ്ട്, എൻ്റെ അഭിഷക്തരെ തൊടരുത്. ഐ വിൽ ബീറ്റ് യുവർ ഫേസ് അഗെയിൻസ്റ്റ് ദ ഫ്ലോർ. ദൈവവചനമായത്. ഞാൻ ആരോടൊന്നും പറയല്ല, ദയവ് ചെയ്ത്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ വീണ്ടും പറയാം. ടിനു ജോർജ് പാസ്റ്റർ, ടിജോ പാസ്റ്റർ, ഇവരൊക്കെ ചെറുപ്പക്കാർ വളർന്നു വന്നുകൊണ്ടിരിക്കുക. അവരെ നമ്മൾ കൈത്താങ് കൊടുക്കണം. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിമർശനങ്ങളും മുഴുവൻ ലോകം, ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടം വന്നപ്പോൾ ആരുമില്ല, കർത്താവ് മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കർത്താവ് എന്നെ പ്രിസർവ് ചെയ്തു. അതുകൊണ്ട് ഐ പ്രൊട്ടക്റ്റ്, ഐ ട്രൈ ടു ബ്ലെസ് ദം. എൻ്റെ ഈ 40 ദിവസം ഉപവാസത്തിൽ ഇവരെല്ലാവരും മോർണിംഗ് സെഷനിൽ മിനിസ്റ്റർ ചെയ്യാൻ വരും. ടിനു ജോർജ് വരുന്നുണ്ട്, ടിജോ വരുന്നുണ്ട്. അവരെല്ലാം റെക്കോർഡ് ചെയ്ത് ദേ വിൽ സെൻഡ് മെസ്സേജസ് ആൻഡ് ദേ ആർ ഓൾ ഗോയിങ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് 40-day prayer.
ചിലർക്ക് പേടിയായി ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാരെ അല്ല ഭയപ്പെടേണ്ടത്. നാട്ടുകാരോട് നമ്മൾ പ്രതിബദ്ധതയുണ്ട്. അവരുടെ മുമ്പിൽ കുറ്റമറ്റമില്ലാത്ത, മനസാക്ഷിയില്ലാത്ത അവരുടെ മുമ്പിൽ ജീവിക്കണം. അവർ ക്രിസ്തുവിനെ നമ്മളിൽ കാണണം. എന്നാൽ അവരെ വിളിച്ചാൽ, ഒരു ദൈവാസനെ ഞാൻ വിളിച്ചപ്പം, തോമസ് ബ്രദർ വിളിച്ചപ്പം പറഞ്ഞു, അയ്യോ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ സഭയിലുള്ള എല്ലാവരും എൻ്റെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്താലോ. അത്രയുള്ള വിശ്വാസം യേശുവിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ ബലഹീന യേശു ആണെങ്കിൽ എന്തിനാണ് യേശുവിൻ്റെ പുറകെ നടക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്ന യേശു പുനരുദ്ധാനം ചെയ്തവന്, രാജാധിരാജന, കർത്താധികർത്തന. മാത്രമല്ല, ഈ ലോകത്തിലൊന്നും സ്ഥാപിക്കാനല്ല ഇവിടെ വന്നത്, നിത്യതയുടെ കാഴ്ചപ്പാടോടെയാണ് നടക്കുന്നത്. സോ ഈ വചനം ബൈബിളിൽ നിന്ന് ഞാൻ വായിച്ചപ്പം ഞാൻ ഈ റെജി എന്ന് പറഞ്ഞ ബ്രദറിനോട് ചോദിച്ചു, റെജി ബ്രദറെ, ശരിക്കും ഒന്ന് ഓർത്തെ, ആരെങ്കിലും അഭിഷക്തന്മാരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? ആരോടെങ്കിലും എന്തെങ്കിലും? അദ്ദേഹം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല തങ്കുറേ. ഞാൻ യേശുവിനെ സ്വീകരിച്ച ശേഷമല്ല, മുമ്പിൽ എവിടെയെങ്കിലും ആണോ? അപ്പം തൻ്റെ ഓർമ്മ വന്നു. താൻ പറഞ്ഞു, ഞാൻ വിശ്വാസി വരുന്ന മുമ്പേ അപ്പൻ ബിസിനസ്സൊക്കെ നോക്കും, ഞാൻ മദ്യപിച്ച് ഒക്കെ നടക്കും, ഞങ്ങളുടെ കുറേ കൂട്ടുകാരും കമ്പനിയൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഞങ്ങൾ നല്ലപോലെ മദ്യപിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, റെജി, എൻ്റെ വീട്ടിലൊരു ഉപദേശി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഉപദേശി കയറി ഇറങ്ങി എൻ്റെ അപ്പനോ അവസാനം വിശ്വാസത്തിലാക്കുമോ, നമ്മളൊക്കെ പള്ളി വിടേണ്ടി വരുമോ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ ഹീറോ അല്ലേ, കാശുകാരൻ, പെയിൻറ്റ് ഫാക്ടറി ഉടമസ്ഥൻ, അദ്ദേഹം പറഞ്ഞപ്പോൾ നമുക്ക് അപ്പം തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോകാം. അങ്ങനെ ഇവർ ജീപ്പയിൽ നേരെ ആളുടെ വീട്ടിൽ പോയി. ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയോട് പറഞ്ഞു, മകനോട് പറഞ്ഞേക്കണം, ഇനി മെയിലിൽ ഞങ്ങളുടെ ഈ സഹോദരൻ്റെ വീട്ടിലെങ്ങാനും വന്നാൽ ശരിയാക്കി കളയെന്ന് പറയും. അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, നമുക്ക് ചെറിയൊരു കൂടില്ല. ഇവരവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ദേവദാസൻ തിരിച്ച് വീട്ടിൽ വരിക. ദേവദാസിനെ പിടിച്ചു, 2 കൊടുത്തു, ഷർട്ടൊക്കെ കയറി, കീജൈ വിളിച്ചു, പോയി. എന്തൊരു സന്തോഷം അല്ലേ? ഈ എലിയൊക്കെ വിഷമെടുത്ത് പോകുന്ന പോലെ. എലി വിഷമെടുത്ത് പോകുന്ന പോക്കാണ്, ചീതിച്ച് തുള്ളിച്ചാടി. എൻ്റെ ഫോളോ ചെയ്ത് നോക്ക്. 6 മാസത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഫാദർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. അടുത്ത 6 മാസത്തിന് ശേഷം, ഞാൻ കേഴ്സ് ബ്രേക്കിങ്ങിൻ്റെ ഇടയ്ക്ക് എടുക്കുന്നൊരു സെഷനായിട്ട്, 6 മാസത്തിന് ശേഷം തൻ്റെ ഭവനം വീട് കത്തി, വല്യമ്മ വീട് കത്തിയതിനകത്ത് മരിച്ചു. ബിസിനസ് മുഴുവൻ പൊളിക്കാൻ തുടങ്ങി. അവസാനം സംഭവിച്ചതെന്താണെന്ന് ഞാൻ പറയാം. ഇദ്ദേഹം റോഡിൽ നടക്കുകയാണ്, മുഴുവൻ ജപ്തിയായി, വണ്ടികൾ മുഴുവൻ പോയി, ബസ് കൂലി തരാമെന്ന് ചോദിക്കുക. ആ സമയത്ത് രക്ഷിക്കപ്പെട്ടതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് കൂടെ ഞാൻ പറയാം. ഇത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. അല്ലെങ്കിൽ ഇത് രക്ഷിക്കപ്പെടുന്നില്ല, ഹൃദയക്കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഉള്ള ദോഷം മനസ്സിലോർക്കോ, ഇതൊക്കെ നടക്കേണ്ടതാ, അപ്പൻ മരിച്ചു, ഫാക്ടറി. പക്ഷെ ഇതിൻ്റെ പുറത്ത് കാരണം കൂടാതെ ശാപം നിലനിൽക്കത്തില്ല എന്ന് ബൈബിളിൽ പറയും. കാരണം കൂടാതെ. നൗ ഇതിങ്ങനെ ഓർത്തിട്ട് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ, ഈ മകനെ വിടുതൽ കൊടുക്കണം, ഈ മകനെ സഹായിക്കണം. മാനസാന്തരപ്പെടുവാണല്ലോ. കർത്താവിൻ്റെ ശബ്ദം എനിക്ക് വ്യക്തമായി കേൾക്കാം. വ്യക്തമായി, നിന്നെ അല്ലല്ലോ ഉപദ്രവിച്ചത്, എൻ്റെ ദാസനെ ഉപദ്രവിച്ചത്. ഞാനൊരു കാര്യം പറയാം. ഉപദേശിമാരുടെ പുറമേ ഉള്ള വസ്ത്രവും ഗ്ലാമറും ഒന്നും നോക്കരുത്. അകത്തിരിക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹം, യേശുവ, പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. അവര് നല്ല ഉപദേശം മാത്രം. നോ, ഐ വാസ് ഷോക്ക്ഡ്. വാസ്തവത്തിൽ ഞാൻ ഷോക്ക്ഡായി. ആ സമയത്ത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ സ്തേഫാനോസ്, ഏറ്റവും നല്ല തോമസ് ബ്രദർ രാവിലെ പറഞ്ഞല്ലോ, പഴയ നിയമം മുഴുവൻ അറിയണോ, അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം വായിച്ചാൽ മതി. Dimple Raju joining from Kolkata. Contact me in my email. I have something to tell you.
ഇമെയിൽ എന്നെ ഡിംപു രാജു കൽക്കത്ത എന്നുള്ളത് ജോയിൻ മീ, സെൻഡ് മീ ആൻ ഇമെയിൽ, ഐ വോണ്ട് ടു ഹാവ് ദറ്റ്സ് എ കൺസേൺ. ഓക്കെ, ഏതായാലും ഞാൻ അവിടെ വെച്ചാണ് കണ്ടത്, അതേ മോശെ ദൈവം ഉപയോഗിച്ചു ഇസ്രായേലിൻ്റെ വിടുതലിന്. ഇവർ ഇറക്കി വിട്ടതും കളിയാക്കിയതും ഓടിച്ചതും. ഞാൻ പറഞ്ഞു, മോനെ ആ വീട്ടിൽ ചെല്ലണം, ആ ദേവദാസനുമായിട്ട് സംസാരിക്കണം. കാര്യം ദൈവനീതിമാനാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, ഒരാളെ ഉപദ്രവിച്ചിട്ട് അടുത്തയാളുടെ അടുത്ത് പോയി ക്ഷമ ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. അതേ ആളുടെ അടുക്കൽ പോകണം. അത് ദൈവത്തിൻ്റെ നീതിയാണ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ധൈര്യമായി പറയാം, ഒരു ദേവദാസൻ്റെ മനസ്സ് ഞാൻ ഇതുവരെ നൊമ്പരപ്പെടുത്തിയിട്ടില്ല. ഞാൻ പിണക്കവും ഷാഢ്യവും എനിക്ക് ഐ എക്സ്പെക്ട് ഗ്രേറ്റ് ഫ്രൂട്ട് ഫ്രം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ഈ ടിനു പാസ്റ്റർ ആയിക്കോട്ടെ, ടിജു ആയിക്കോട്ടെ, ഇവരെല്ലാം ചിലപ്പോൾ ഒക്കെ ഞാൻ വഴക്കുണ്ടാക്കും അവരോടൊക്കെ. പക്ഷെ ഒരിക്കലും നശിക്കാനല്ല. കാര്യം അവരൊക്കെ ദേ ആർ ദ ഫ്യൂച്ചർ. എനിക്ക് കർത്താവിൻ്റെ ശരീരം വിളങ്ങണം, കർത്താവിൻ്റെ ശരീരം ഗ്ലോറിയസ് ആകണം. അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ കൂടെയുള്ള എല്ലാ ശുശ്രൂഷകർക്കറിയാം, ഹെവൻലി ഫീസിനകത്തുള്ള എല്ലാവർക്കും അറിയാം. ഞാൻ ചിലപ്പം പിണങ്ങും, ഞാൻ ചിലപ്പോൾ അവർ വഴക്ക് പറയും. എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു സാധ്യത രക്ഷിക്കപ്പെട്ടവൻ്റെ ഹൃദയത്തിലുണ്ട്. ദർ ഇസ് എ ഹയർ ലൈഫ്. ചെറിയ കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. ഏതായാലും ഈ രജി വളരെ പേടിച്ചു. എന്നോട് പറഞ്ഞു, തങ്കുറാറോട് എൻ്റെ കൂടെ വരാമോ, എനിക്ക് പേടിയോ ഒറ്റയ്ക്ക് പോകാം. ഞാനോട് വരാം. ഞാനവിടെ ചെന്ന സമയത്ത് ആ കുടിലിൻ്റെ പകരം നല്ലൊരു 2 നില കെട്ടണം. കർത്താവിന് സ്തോത്രം, കർത്താവ് ഉയർച്ചയുടെ ദൈവം തന്നെയാണ്. ആൻഡ് അവിടെ ഞാൻ കയറി ആ ദേവദാസിനെ കണ്ടു. ഞാൻ പറഞ്ഞു, ഇത് റെജി. അത് സ്തോത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ അറിയത്തില്ല, ഞാനങ്ങനെ തുടങ്ങിയുള്ളൂ മിനിസ്ട്രി. ഞാൻ പറഞ്ഞു, ഞാൻ ഇൻസിഡൻറ്റ് മുഴുവൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഈ റെജിയാണ്. ഞാൻ പറഞ്ഞു, അതെ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് വലിയ സന്തോഷമായി, മോൻ കർത്താവിനെ അറിഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, അനുഗ്രഹിക്കണം. അദ്ദേഹം അറിവില്ലായ്മയുടെ കാലത്ത് അത് ചെയ്തത്. അദ്ദേഹം അനുഗ്രഹിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് ബാങ്കാണോ ഇത് മുഴുവൻ ജപ്തി ചെയ്തത്, അതേ ബാങ്കിൽ നിന്ന് ഫോൺ വരും. അവിടെ നിന്ന് ഇറങ്ങുക, ജസ്റ്റ് ഇൻസ്റ്റൻറ്റ് കാര്യമാണ് ഞാൻ പറയുന്നത്. സീസ് ചെയ്തുകൊണ്ട് പോയ വണ്ടികൾ തിരിച്ചു കൊടുക്കുന്നു, ഫാക്ടറി തുറന്നു കൊടുക്കുന്നു, പ്ലസ് അഡീഷണൽ 10 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുക, റീസ്റ്റോർ ചെയ്യുക. അതിൻ്റെ പേരാണ് റീസ്റ്റോർ. എൻ്റെ വായിന്ന് അറിയാതെ വന്ന, പക്ഷേ അതാ റീസ്റ്റോർ, ശൂന്യമായതിനെ നിറയ്ക്കുക. സോ നമുക്ക് എത്രയോ കാര്യം പറഞ്ഞ് തമാശ പറയാനുണ്ട്. നമുക്ക് എത്രയോ കാര്യങ്ങൾ, നല്ല നല്ല ബെസ്റ്റ് കാര്യം. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. അപ്പം അതൊക്കെ വിട്ട് എന്തിനാ അഭിഷക്തരുടെ പേര്? നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പേ നമ്മുടെ അമൃതമയി മഠത്തെക്കുറിച്ച് വേണ്ടാതീനം, എന്തൊരു രസമായിരുന്നു കേൾക്കാൻ ആൾക്കാർ. എന്നിട്ട് അതിനെ സന്തോഷിക്കുക. അമൃതമയി അവിടെ ചെയ്യുന്ന കാര്യം നമുക്ക് ചെയ്യാൻ മേല. അവിടെ അവർ നടത്തുന്ന ഹോസ്പിറ്റലുകൾ, അവർ നടത്തുന്ന ചാരിറ്റി, അതിനെ മാച്ച് ചെയ്യാൻ മേലെ നമുക്ക്. ദെൻ ഹൂ ആർ വി ടു ജഡ്ജ് ഹർ? നമ്മൾ മാത്രം സ്വർഗത്തിൽ നിന്ന് വന്നവരും ബാക്കി എല്ലാവരും പോക്ക് കേസ് അല്ലല്ലല്ല. നന്മ കാണണം, എല്ലാവരിലും ഒരു നന്മയാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ മനുഷ്യനെ മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഞാൻ അന്ന് അത് പറഞ്ഞു, അവിടുന്ന് മഠത്തിൽ നിന്ന് എന്നെ വിളിച്ചു, നന്ദി പറഞ്ഞു. ഞാൻ നന്ദി പറയണ്ട, എൻ്റെ റിയാക്ഷൻസ് ഇങ്ങനെയാണ്. എന്നെ പലർക്കും ഇഷ്ടപ്പെടത്തില്ല. ആ സമയത്ത് വിശ്വാസികൾ പലരും എന്നെ വേണ്ടാതിനൊക്കെ ഒത്തിരി പറഞ്ഞു. അമൃത മാതാവിനെയൊക്കെ പൊക്കുക എന്നൊക്കെ പറഞ്ഞു. അല്ല, അവർ ചെയ്ത നന്മ അംഗീകരിക്കണം. ഒരു ചെറിയ കാര്യം അവിടെ ഉണ്ടായി ഉടനെ അങ്ങ് ബഹളം വെച്ചേക്കും. നോ, വി ഷുഡ് നെവർ. നമ്മുടെ ആയുസ്സിൽ വെളിച്ചമായിരിക്കണം. ഉപ്പാണ് നമ്മൾ മറ്റുള്ളവരെ ദ്രവിപ്പിക്കുന്നവരല്ല, രസം അഥവാ കൃപയുടെ വാക്കുകൾ പറയുന്നവർ. സോ ഐ ബ്ലെസ് യു ടിനു പാസ്റ്റർ. ഇത് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ചേർന്ന് ടിനു പാസ്റ്ററിനും ടിജോയ്ക്കും എല്ലാം ദേവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ബ്രദറിനെ എടുത്ത് പ്രാർത്ഥിക്കാം. പിതാവെ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ദേവദാസന്മാരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇവരൊക്കെ അഭിഷക്തരാണ്, അടുത്ത തലമുറയുടെ ലീഡേഴ്സാണ്. ഇവരെ അനുഗ്രഹിക്കുന്നു കർത്താവെ. അവരെയും അവരുടെ കുടുംബത്തെയും കർത്താവെ ആശ്വസിപ്പിക്കണം, അനുഗ്രഹിക്കുക.
തോമസ് ബ്രദറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് നിൽക്കുകയാണ്. വലിയൊരു ഉത്തരവാദിത്തം ഈ ദിവസങ്ങളിൽ കർത്താവെ നിൻ്റെ മകൻ്റെ മേൽ ഏൽപ്പിക്കുകയാണ്. അനേകരെ വചനത്തിൽ ഉറപ്പിക്കുവാൻ, ഒരു മിനുങ്ങുന്ന ആയുധങ്ങളാക്കുവാൻ, കർത്താവെ ഒരു 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 പണിപ്പുരയിൽ ആ ഷൈൻ ചെയ്യിപ്പിക്കുന്ന ആ വലിയ പദ്ധതി നിൻ്റെ മകൻ്റെ മേലും കുടുംബത്തിൻ്റെ മേലും അത് റിലീസാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സഹോദരി മല്ലിക കുറുപ്പ് ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മീഡിയ ഹൗ എക്സ്പോസ് ദേ ഹാവ് ടു ഗോ ടു വർക്ക്. മീഡിയയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും, TV സ്റ്റേഷൻസ്, റേഡിയോ സ്റ്റേഷൻസ്, എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാവൽ അവരുടെ മേലുണ്ടായിരിക്കണം. ലെറ്റ് യുവർ പ്രൊട്ടക്ഷൻ ബി അപ്പോൺ ദെം മൈ ലോർഡ്. അപ്പോൾ തന്നെ വീണ്ടും ഡോക്ടർമാരും നഴ്സസും കർത്താവ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഗ്രൗണ്ട് ലെവൽ ഡേ ടു ഡേ എൻകൗണ്ടർ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ പ്രൊട്ടക്ഷൻ അവരുടെ മേലുണ്ടായിരിക്കണമേ. അപ്പോൾ തന്നെ കർത്താവ് ക്വാറന്റീനിൽ കഴിയുന്ന അവർ നിരാശ വരരുത്. അവരുടെ ഉള്ളിൽ വലിയ പ്രത്യാശ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ കൊടുക്കണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ഇടയ്ക്കൊക്കെ റീച്ച് എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി കൈയടിക്കണം. നിങ്ങളെല്ലാം വീട്ടിലൊന്ന് ഇരിക്കുന്നവരൊന്ന് കൈയടിക്കുകയാണ്. നല്ല റീച്ച് എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്നവർ ഓർത്ത് നോക്കിക്കുക. റീച്ച് എക്സ്പ്രസ് ഇന്ന് റീച്ച് വേൾഡ് വൈഡിലെ പ്രവർത്തകർ മാസ്ക് കൊണ്ട് ഇറ്റ് വാസ് വെരി ടച്ചിങ്. പ്രതീഷ് ബ്രദർ എനിക്ക് അയച്ചിരുന്നു. ഇറ്റ് വാസ് ടച്ചിങ്. പ്രതീഷ് ബ്രദർ ഹോസ്പിറ്റലുകളിൽ ഓരോരുത്തർക്കും മാസ്ക് കെട്ടി കൊടുക്കുക റീച്ച് വേൾഡ് വൈഡിൻ്റെ പ്രവർത്തകർ. കോട്ടയത്തെ റീച്ച് എക്സ്പ്രസിൻ്റെ പ്രവർത്തകർ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലിരിക്കാം, പക്ഷേ നിങ്ങളും ആ കടയ്ക്കകത്ത് നിന്ന് ജനങ്ങൾക്ക് സേവനം നൽകുക. റീച്ച് എക്സ്പ്രസ്സിൽ ഹോം ഡെലിവറിക്ക് പോകുന്നവർ, ആഗ്രഹമുള്ളി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വൈകുന്നേരം എല്ലാവർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുന്നു. ബ്ലെസ് യു, വി കൺഗ്രാജുലേറ്റ് യു. റീച്ച് എക്സ്പ്രസിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും വി റിയലി കൺഗ്രാജുലേറ്റ് യു വിത്ത് എവ്രി വൺ ഹു ഈസ് ഓൺ ദ ഫ്ലോർ. സോ ഒരു ചോദ്യം കൂടെ പറഞ്ഞിട്ട് നേരെ വചനത്തിലോട്ട് പോകാം. ഒന്ന്, ഈ ചോദ്യം വളരെ ഒത്തിരി പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്ത്രീകൾ തലയിൽ തുണിയിടുന്നത് ശരിയാണോ തെറ്റാണോ? അങ്ങനെയുള്ള ഒരു ചോദ്യമാണ്. താങ്ക് യു ഷീജ, ശശി, ജോസ്മാൻ ഓൾസോ താങ്ക് യു ഫോർ ക്ലാപ്പിംഗ് യുവർ ഹാൻഡ്സ് ഫോർ റീച്ച് എക്സ്പ്രസ് വർക്കേഴ്സ്. റീച്ച് വേൾഡ് വൈഡിൻ്റെ മുഴുവൻ പ്രവർത്തകർക്കും ഗ്ലോറി. നൗ ദൈവവചനത്തിൽ നമുക്ക് നോക്കാം. ദൈവവചനത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 11 അധ്യായത്തിലാണ് ഈ വാക്ക്. ഇതിനകത്ത് യെസ് റോണക്, ആഗ്രബൈ നീഡ്സ് സ്പെഷ്യൽ ക്ലാപ്പ്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് മുടി തലയിൽ തുണി ഇടണോ വർഷിപ്പിൻ്റെ സമയത്ത്, അത് വേണോ വേണ്ടയോ? നോ, ഞാൻ ഇതിനകത്തൊരു കാര്യം ഒറ്റ വാക്യം വായിച്ചിട്ട് ഞാൻ ഈ ചോദ്യത്തിൻ്റെ മറുപടി അവസാനിപ്പിക്കാം. അതിൻ്റെ 15ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ബട്ട് ഇഫ് എ വുമൺ ഹാസ് എ ലോങ് ഹെയർ, ഇറ്റ് ഈസ് എ ഗ്ലോറി ടു ഹെർ, ഫോർ ഹെർ ഹെയർ ഇസ് ഗിവൻ ടു ഹെർ ഫോർ എ കവറിങ്. വായിച്ചു. സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് മാനമാകുന്നു എന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കാര്യം അതൊരു മാന്യതയാണ്. ഇനിയിപ്പം ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകൾ മുടി വെട്ടാറുണ്ട് ഫോർ കൺവീനിയൻസ്. നൗ തലയിൽ തുണി ഇടുവോ ഇടാതിരിക്കുകയോ ചെയ്തു. നൗ അതിൻ്റെ അടുത്ത വാക്കാണ് ഏറ്റവും പ്രധാനമായ വാക്ക്. ബട്ട് ഇഫ് എനി വൺ സീംസ് ടു ബി കണ്ടേഷ്യസ് എന്ന് പറഞ്ഞാൽ വാദവും തർക്കവും ആർക്കെങ്കിലും ഈ കാര്യത്തിലുണ്ടെങ്കിൽ, വി ഹാവ് നോ സച്ച് കസ്റ്റം നോർ ഡു ദ ചർച്ചസ് ഓഫ് ഗോഡ്. ഇത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഒരുത്തൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ ഞങ്ങൾക്കില്ല, ദൈവസഭകൾക്കുമില്ല. എന്ന് പറഞ്ഞാൽ തർക്ക വിഷയങ്ങൾ പുറമെയുള്ള കാര്യത്തിന് വേണ്ട. ഞാനിതിന് ഇപ്പം പലരും ഞാൻ ദുരുപദേശമാണെന്ന് പറയുന്നതിൻ്റെ കാരണം ഈ കയ്യിലിരിക്കുന്ന ഒരു മോതിരം ഇട്ടു. ഈ മോതിരം ഞാൻ IPCയുടെ
വർഷങ്ങൾക്ക് മുമ്പേ 2002 ഞാൻ വിശ്വസിക്കുന്നു റീജിയണൽ കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ ന്യൂയോർക്കിൽ പോയി. AC ജോർജ് എന്ന് പറയുന്ന വളരെ മുതിർന്ന AC ജോർജ് പാസ്റ്റർ, അദ്ദേഹമാണ് അവിടുത്തെ ഒരു പൈനിയർ, വൺ ഓഫ് ദ പൈനിയേഴ്സ് ഓഫ് IPC ചർച്ച്. 4 ദിവസത്തെ എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു ഇത് ഊരണം. ഞാൻ അന്ന് പറഞ്ഞു നോക്കാം, എനിക്ക് കപടം കാണിക്കാൻ വേണം. ഞാൻ സ്വർണം ഊരുന്നതിൽ ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല. സോ ഊരുന്നതും വേണ്ട, ഇടുന്നതും വേണ്ട. എനിക്ക് അതിനകത്ത് ഐ ഫീൽ മോർ ഇത് ഇടുമ്പം മറ്റുള്ളവർക്കറിയാം ഞാൻ വിവാഹിതനാണ്. ആൻഡ് ഐ ഫീൽ, എൻ്റെ ഫീലിംഗ് ഇത് എപ്പോഴും ഞാൻ തൊടുമ്പം അനി എൻ്റെ കൂടെ ഉള്ള ഒരു ഫീലിംഗ്. സോ ദാറ്റ്സ് മൈ ഫീൽ. ഞാൻ ചെയ്യത്തില്ല. ഏതായാലും 4 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ AC ജോർജ് പാസ്റ്റർ, ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ അവിടെ നിൽക്കും. എന്നിട്ട് ഈ കൈ എൻ്റെ പിടിച്ച് ഉയർത്തിയിട്ടോട്ട് പറഞ്ഞു, ഇതാണോ എന്നെ പലരും വിളിച്ചു പറഞ്ഞു ദുരുപദേശം? ആദ്യമേ ഉപദേശം പറ, പിന്നെ അറിയാം ദുരുപദേശം എന്താണ്. നൗ ചില കാര്യങ്ങൾക്ക് വാദവും തർക്കവും ഭയങ്കര കാര്യങ്ങൾക്കാണ്, എന്താ പുറമേ ഉള്ള കാര്യങ്ങൾ. എന്നാൽ അകത്തെ മനുഷ്യനെ കുറിച്ച് കൺസേൺ ഇല്ല. അകത്തെ മനുഷ്യൻ, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ദ ഹാർട്ട്, ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. ഇന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക, സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇസ് നോട്ട് റിലിജിയോസിറ്റി. ഇതിനെ മലയാളത്തിൽ എങ്ങനെ ഞാൻ പറയണമെന്ന് അറിയത്തില്ല. മതം ആണ് നിയമങ്ങൾ. ഇത് ചെയ്യുക, അത് ചെയ്യും. പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതല്ലേ. തിന്നരുത്, തൊടരുത്, കുടിക്കരുത്, ഇതാ മതം. എന്നാൽ ആത്മീയത എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളില്ല സ്നേഹമില്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നോക്കുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ, UK ആണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ 20s 30s 20s ആൻഡ് ബിലോ, അവരെല്ലാം കുഞ്ഞുങ്ങളാണല്ലോ എൻ്റെ. അപ്പം അവരെല്ലാം കൂടെ ഓടി വന്നിട്ട് പറഞ്ഞു, കാര്യം ഞാൻ ഒരു വാക്ക് പറഞ്ഞു, മറ്റുള്ളവൻ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞ വാക്കാം, പരിശുദ്ധാത്മാവാണ് പാപത്തെ ബോധ്യപ്പെടുത്തുന്നത്. കണ്ടം ചെയ്യുന്നവനല്ല, കൺവിക്റ്റ് ചെയ്യുന്നവനാണ് പരിശുദ്ധാത്മ. നമ്മൾ ഒരാളെ പറഞ്ഞാൽ പാപിയാന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സിൽ അയാൾ കുറ്റക്കാരനായിട്ട് നടക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് വളരെ സ്വീറ്റായിട്ടാണ് അയാളെ കൺവിക്റ്റ് ചെയ്യുന്നത്. വാ, യേശുവിൻ്റെ അടുക്ക മറിഞ്ഞു. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ? നരകത്തിൽ നമ്മൾ ഇടണമെന്നാണോ അതോ സ്വർഗത്തിൽ കൊണ്ടുപോകണം? സ്വർഗമാണെങ്കിൽ അതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തെറ്റും ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ആശ്രയം. ഞാൻ വരുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തായി പറയുന്നത്. നൗ ഇവർ വന്നതിനോട് പറഞ്ഞു, അവർ സ്കിന്നി എന്താ അതിന് പറയുന്നത് റോഷന, ഈ കാല് ടൈറ്റ്സ്, സ്കിന്നി എന്നോ ടൈറ്റ്സ് ഇടുന്നു. സ്ലിം ഫിറ്റ് ജീൻസ് അല്ല, ഈ സാധാരണ ചുമ്മാ ഇടുന്നത് ടൈറ്റ്സ്. അവർ വർഷിപ്പ് ടീമിലും കയറുന്നുണ്ട്, പലയിടത്തും കയറുന്നുണ്ട്. അപ്പം ഞാൻ ശുശ്രൂഷയുടെ അടുത്ത് പറഞ്ഞു, അവർ ടൈറ്റ്സ് ഇട്ട് വർഷിപ്പ് ടീമിൽ കയറി. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഈ മേലിലിട്ട് പോരുത്, വർഷിപ്പ് ടീം ഇന്ന് ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിരട്ടിയിരിക്കുക. അപ്പം ഞാൻ അവിടെ പറഞ്ഞു, നോക്ക്, വേറെ ഒരാൾ പാപിയാന്ന് പറയുന്നവൻ, അത് കാണിക്കുന്ന തെറ്റാന്ന് പറയുന്നവൻ, ആ തെറ്റ് അയാളുടെ അകത്തുള്ളത് കൊണ്ട് അയാളത് പറയും. അത് അയാളുടെ അകത്ത് ഇത് കാണുന്നതെല്ലാം കുഴപ്പമാണെന്ന് കാണുന്നതിൻ്റെ കാരണം അയാളുടെ അകത്ത് ആ കുഴപ്പമുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കും. അപ്പം ഇവർക്കതൊരു ബലമായി. എന്നിട്ട് പറഞ്ഞു, തങ്കുവങ്ങൾ കണ്ടില്ലല്ലോ തെറ്റ്, ലെഗിങ്സ്, റൈറ്റ്, ലെഗിങ്സ് ഇട്ടത് തങ്കുവങ്ങൾ കണ്ടില്ലല്ലോ, തങ്കുവങ്ങൾ ഇത് ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ഫോർ മീ അറ്റ് ഓൾ. പക്ഷേ അവിടെ ഒരു ഇഷ്യൂ എന്താ, ലെഗിങ്സ് വേണോ? ഇതുപോലെ തന്നെ തലേ തുണി ഇടണോ വേണ്ടയോ, ആഭരണം ഊരണോ വേണ്ടയോ? ഞാൻ പറഞ്ഞു, നോക്ക്, പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് വിശന്നാൽ ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം പോയി കഴിച്ച് വിശപ്പ് അടക്കിക്ക് ഒരു കുഴപ്പമില്ല. പൗലോസ് അത് പറയുക, പൗലോസ് പറയാണ്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ പോയി കഴിച്ചോളാൻ. പക്ഷെ അത് കഴിഞ്ഞ് പറയുക, അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് വേറെ ഒരാൾക്ക്
ഇടർച്ച വരുത്തുന്നുണ്ട്. കണ്ടാൽ ഇടർച്ച വന്നാൽ അത് ചെയ്യാതിരിക്കുക നല്ലത്. അപ്പം ലെഗിങ്സ് ഇടുന്നത് വേറൊരാൾക്കൊരു ഇടർച്ച വരുത്തുന്നുണ്ടോ? ഞാൻ വേണ്ടെന്ന് നോക്കും. ഞാൻ തലേ തുണി ഇട്ടു, അടുത്തിരിക്കുന്ന ആൾക്ക് അയാൾ വചനമല്ല കേൾക്കുന്നത്, തലേ തുണി ഇട്ടുവോ വേണ്ടയോ, ഇടർച്ച വരുത്തോ, എന്നാ ഇട്ടേക്കാം. കാരണം തലേ തുണി ഇടുവോ എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ആഭരണം ഊരുന്നതിൻ്റെ കാര്യം ഞാൻ പറയാം. ആഭരണം അയക്ക് ഇടർച്ച വന്ന് ഊരുവോ? അല്ല, മീശ വടിച്ചാലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. നോ. സോ ആർഗ്യുമെന്റ്സ് വേണ്ട സഭയെ എന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനത്തെ ഒരു കസ്റ്റം ഇല്ല സഭയ്ക്കകത്ത്. നമ്മൾ ഇപ്പം ഞാൻ നോർമലി ട്രാവൽ ചെയ്യുന്നത് നാട്ടിലോട്ട് ഇൻഡിഗോയിലോ സ്പൈസ് ജെറ്റിലോ, ചില സമയങ്ങളിൽ എമിറേറ്റ്സ് എടുക്കാറുണ്ട്. സോ എക്കണോമിയിൽ വളരെ അടുത്തടുത്ത സീറ്റുകൾ. ഞാൻ അവിടെ ഇരിക്കുമ്പം എൻ്റെ തൊട്ടടുത്ത ആൾക്ക് ഹിന്ദു മീൽ എന്ന് പറഞ്ഞാൽ ആദ്യമേ കൊണ്ടേ കൊടുക്കും. ഹിന്ദു മീലാണ് ആദ്യമേ കൊടുക്കും. അപ്പോൾ പിന്നെ എന്നോട് ചോദിക്കും, നിങ്ങൾക്ക് എന്നാ ഭക്ഷണം വേണ്ടി? ഞാനൊരു വാക്ക് അടുത്തിരിക്കുന്ന ആളിനോട് ചോദിക്കും, ഞാൻ നോൺ വെജ് കഴിക്കുന്നത് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? 99.9% ആൾക്കാർ നോ ഇഷ്യൂസ് അറ്റ് ഓൾ. പക്ഷെ ചോദിക്കേണ്ട ചുമതല എൻ്റേതാണ്. സോഷ്യൽ ഓബ്ലിഗേഷൻ. അത് തെറ്റാണോ ശരിയാണോ ഒന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മനുഷ്യന് ഞാൻ നോൺ വെജ് കഴിക്കുന്നത് ഒരു പ്രയാസമാണോ? ഞാൻ കഴിക്കത്തില്ല. ഈ ഫ്ലൈറ്റിൽ ഞാൻ വെജ് കഴിക്കും. അതുകൊണ്ട് വേറെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുക, കണ്ടം ചെയ്യുക. പണ്ട് കൊല്ലത്ത് ഇന്നൊരു സൗര് വിളിച്ചിട്ട് പറഞ്ഞു, അവർ 32 വയസ്സായ മകള് കല്യാണാലോചന വന്നു, ആഭരണം ഇടുന്ന സഭയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പാസ്റ്റർ പറഞ്ഞു, എങ്ങാനും കെട്ടിയാൽ ദൈവം കീറിക്കളയും. ഞാൻ ആ സൗരോട് പറഞ്ഞു, തൽക്കാലം കോട്ടയത്ത് ഉണർവ് നടക്കുന്നുണ്ട്, ദൈവത്തിന് കീറാൻ സമയമില്ല. ഒരു 32 വയസ്സ് ആയ പ്രായമുള്ള മോള് വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു വിശ്വാസിയായ നല്ലൊരു മകൻ വന്നപ്പം അത് വിവാഹം നടക്കണം. പ്രാക്ടിക്കൽ വിസ്ഡം. ഇതിനെക്കുറിച്ചൊന്നും ആർഗ്യുമെൻ്റ് ചെയ്യാതെ നമുക്ക് കർത്താവിൻ്റെ കൂടെ നടക്കാൻ പഠിക്കാം. കർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കാം. കർത്താവ് ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, തന്നെ പരീക്ഷിച്ചു വന്നവരെ മാത്രം കുറ്റപ്പെടുത്തി. സോ ഇഫ് യു വാണ്ട്, നിങ്ങൾക്ക് ഭക്തി കൂടുതൽ തോന്നുക, തലേ തുണിയിട്ട് ഇട്ടു. പക്ഷെ അപ്പുറത്ത് തുണി ഇടാതെ നിൽക്കുന്നവനെ വിധിക്കരുത്. നിങ്ങൾക്ക് തോന്നുവാണ് അവിടെ മുട്ടേ കുത്തി പ്രാർത്ഥിക്കണോ, ചെയ്തോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താണോ സൗകര്യം അത് ചെയ്തോ. കാരണം അൾട്ടിമേറ്റ്ലി വാട്ട് ഈസ് required is your personal love relationship with Jesus Christ, which can happen only with the help of the Holy Spirit. പരിശുദ്ധാത്മാവിനല്ലാതെ ഇതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ മനസ്സിലായില്ല. അപ്പം ഞാനൊരു കഥ പറയണം, ഒരു ഇൻസിഡൻറ്റ് പറയണം. ഇൻസിഡൻറ്റ് പറയണമെങ്കിൽ എനിക്ക് ആരെങ്കിലും ഒരു തംസപ്പ് തരണം, എന്നാലേ പറയത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവവചനത്തിലോട്ട് കടക്കാൻ പോകും. സോ ഐ ഹോപ്പ് ഐ ക്ലിയർഡ് യുവർ ഡൗട്ട്. എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ച വരരുത്. മാത്രമല്ല, എനിക്ക് കണ്ടംനേഷൻ കൊണ്ടുവരാൻ ദൈവം എന്നെ ലവ്സ് മീ ബിക്കോസ് ഹി കോൾഡ് മീ. സോ റോമർക്ക് എഴുതിയ ലേഖനം ഏതാ 2 ഓക്കെ. TV സിനിമ കാണുന്നതൊക്കെ മോശമാണോ? അനി താങ്ക് യു. അനി ഇവിടെ ഇരിപ്പുണ്ട് ഹെൽപ്പറായിട്ട്. TV കാണുന്നത്, സിനിമ കാണുന്നത് തെറ്റാണ്. നോ, ഇവിടെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ എന്ത് കേൾക്കുന്നു എന്ന് സൂക്ഷിക്കണമെന്ന് യേശു പറഞ്ഞു. നമ്മൾ എന്ത് കേൾക്കണം എന്ന് സൂക്ഷിക്കണമെന്ന് യേശു പറഞ്ഞു. ആ വേദഭാഗം മർക്കോസ് സുവിശേഷം 4-ാം അധ്യായമാണ്. 4-ാം അധ്യായം 23-ാമത്തെ വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നിങ്ങൾക്ക് 4-ാം അധ്യായം 23-ാമത്തെ വാക്യം. പല തംസപ്പ് വരുന്നുണ്ടോ? ഇപ്പം വരാം. 4-ാം അധ്യായം 23-ാമത്തെ വാക്യം വരെ, നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങൾ ആ കേട്ട് എന്താണോ കാര്യം, എന്താ അകത്തെ മനുഷ്യൻ ഒരു റിയൽ മനുഷ്യനാണ്. അതുകൊണ്ടാണ് നമ്മൾ, ഞാൻ പറയും, ഈ വേണ്ടാത്ത നമ്മുടെ ഇമോഷൻസിനെ ടച്ച് ചെയ്യും. ഇപ്പം അഡിക്ഷൻ ആകരുത്.
ചിലർക്ക് ബ്ലൂ ഫിലിം, മോശമായ ചിത്രങ്ങൾ കാണുന്ന അഡിക്ഷനായി പോകും. അപ്പോൾ അതിനകത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ നേരത്തെ എബ്രായർക്ക് എഴുതിയ ലേഖനം നേരത്തെ ഒരു മെസ്സേജിനകത്തുണ്ട്, നമുക്ക് വെളി വരാൻ പറ്റാത്ത സ്വഭാവങ്ങളുണ്ടെങ്കിൽ അതവിടെ പറഞ്ഞാൽ മതി. നാഥൻ യേശു നമ്മളെ രക്ഷിക്കും, നമ്മളെ അതിനകത്ത് നിന്ന് വെളിയിൽ കൊണ്ടുവരും. കാര്യം എന്താ? നമ്മുടെ ഇമോഷനെ ചേൺ ചെയ്ത് കളയരുത്. ഇപ്പം സിനിമ കാണുന്നതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനൊരു തെറ്റും കാണുന്നില്ല. ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എൻ്റർടൈനർ, പക്ഷേ അതൊരു അഡിക്ഷൻ ആകരുത്. ഇഫ് ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ ലാഫിങ്. ഇപ്പം ഈ സിനിമ കാണരുതെന്ന് പറയുന്നവരും വീട്ടിൽ പോയിരുന്ന സീരിയൽ കാണുന്നുണ്ട്. നമ്മൾ കപടഭക്തി പാടില്ല. ദർ ഇസ് നത്തിങ് റോങ്. ഇതെല്ലാം റിലിജിയോസിറ്റിയുടെ ഭാഗം, അഡിക്ഷനായിട്ട്. പണ്ടൊക്കെ ഞാൻ രാവിലെ ഒരു സീരിയൽ വരുന്നതെന്ന് പറയും, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. എൻ്റെ ചെറുപ്പകാലത്ത് പള്ളിയുടെ കുർബാനയുടെ ടൈമിംഗ് പോലെ മാറിപ്പോയി ഒരു സീരിയൽ, എല്ലാവരും അത് കാണണം എന്ന് പറഞ്ഞു. സോ അതാകരുത്. നത്തിങ് ഷുഡ് റീപ്ലേസ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് അവിടെ മനോഹരമായ ഒരു വചനമുണ്ട്, പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതെന്ന്. യാതൊരു പടയാളിയും ജീവിത കാര്യങ്ങളിൽ കുടുങ്ങിപ്പോകത്തില്ല. നമ്മൾ ചിരിക്കുകയും നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്നത് അപ്പന് സന്തോഷം. പക്ഷേ അത് ഇന്നലെ വായിച്ചൊരു വാക്കുണ്ട്, രാഗമോഹമായി പോകരുത്. അതിനകത്ത് പോകരുത്, അതിനകത്തോട്ടങ്ങ് ആയിപ്പോരുത്. ഐ ലവ് എൻ്റർടൈൻമെൻറ്റ്, ഐ ലവ് മൂവി ആക്ടേഴ്സും അവരൊക്കെ എൻ്റർടൈൻ ചെയ്യുന്നത്, എൻ്റർടൈനേഴ്സ്. ഐ ലവ് ദം ബിക്കോസ് ദേ കീപ് യു ഫ്രഷ്. ഇപ്പോൾ ഈ കാലത്തൊക്കെ വീട്ടിലിരിക്കുന്നവർക്ക് കുറച്ച് ചിരിക്കുന്ന സാധനം കണ്ട ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്തെടുക്കണം? കുറച്ചൊന്നും അതിനകത്ത് നിന്ന്. ഉപവാസ സമയത്ത് ഒരു അബ്സ്റ്റിനൻസ് നമുക്ക് ഹെൽപ്പ് ചെയ്യും, അതിനകത്തൊന്നും അഡിക്ഷൻ ആകരുത്. സോ ദർ ഇസ് നോ പ്രോബ്ലം ഇൻ വാച്ചിങ് എ ഗുഡ് മൂവി. പക്ഷേ ഞാൻ പറയാം, ഞാൻ എങ്ങനത്തെ മൂവിയാണ് കാണുന്നത്? പൊട്ടത്തരം ഞാൻ കാണുന്നത്. ഞാൻ പിള്ളേരോട് പറയാം, എൻ്റെ റിവ്യൂ ഒക്കെ നോക്കണം. പൊട്ടത്തരമാണോ, ഒരു കഥയില്ലേ, ചുമ്മാ ചിരിക്കാനുള്ളതാണോ ഞാൻ കാണും. അല്ലെങ്കിൽ പൈസ കൊടുത്ത് അവിടെ ഇരുന്ന് കരയാനായിട്ട്, അല്ലാതെ തന്നെ ഇഷ്ടം പോലെ കരയുന്ന കഥയാണ് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിരിക്കണമെങ്കിൽ ദർ ഇസ് നത്തിങ് റോങ്. ഇതൊന്നും it should not affect your relationship with യേശു. സീക്രട്ട് പ്ലേസിൽ പ്രവേശിക്കുന്ന ടൈം ഇസ് സീക്രട്ട് പ്ലേസ്. ആ സമയത്ത് എന്നാ വന്നാലും നോ, ഈവൻ ദ ബിഗ്ഗസ്റ്റ് അതോറിറ്റി കംസ്, ഐ ഹാവ് ക്ലോസ്ഡ് മൈ ഡോർ, ദാറ്റ് ഈസ് മൈ ഇന്നർ മാൻ. ഞാൻ ഒരു കാര്യം പറയാം, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതിന് വേണം ഏറ്റവും അധികം ശ്രദ്ധ. നൗ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കും തോറും, അതിനാണോ ഈ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ദിവസങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങളുടെ മനസ്സ് രൂപാന്തരം പ്രാപിച്ച് നിങ്ങൾ ഫ്രീ ആകും. എന്തിനാ ഫ്രീ ആകുന്നത്? കർത്താവുമായിട്ടുള്ള റിലേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനായിട്ട്. നമ്മുടെ കൂട്ടായ്മകൾ, നമ്മൾ ഒന്നിച്ച് കൂടി വരവുകൾ ഇപ്പം സാധിക്കുന്നില്ല, പക്ഷെ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നിന്നിട്ടില്ല. നമ്മുടെ കൂടിവരവുകൾ, അവർ ഗാദറിങ്സ് ഹാവ് സ്റ്റോപ്ഡ് ബിക്കോസ് ഓഫ് ലോക്ക്ഡൗൺ. വി ആർ ഒബേയിങ് ദ ഗവൺമെൻറ്, ബട്ട് ദ ഫെലോഷിപ്പ് വിത്ത് ജീസസ് കണ്ടിന്യൂസ്. അതൊരിക്കലും കുറയരുത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും അതിനു വേണ്ടിയാണ് ഈ ദിവസങ്ങൾ ഇതെല്ലാം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നൗ ഞാനൊരു ഇൻസിഡൻറ്റ് പറഞ്ഞിട്ട് ദൈവവചനത്തിലോട്ട് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ, ഞാൻ ഇന്നലെ പറഞ്ഞതാ, ഒരു കോൺഫറൻസിന് തോമസ് കുട്ടി ബ്രദറും ഞാനും പോയി. തോമസ് കുട്ടി ബ്രദറിൻ്റെ അനുവാദത്തോടെയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ആംസ്റ്റർഡാമിൽ ഒരു കോൺഫറൻസിന് പോയ ശേഷം ഞങ്ങൾ ഡെയിലി മീറ്റിങ്ങിന് പോവും, തിരിച്ചു വരും. ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുക. രാവിലെ ഒരു 10-11 രാവിലത്തെ സെഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ തോമസ് കുട്ടി ബ്രദർ വന്നിട്ട് പറഞ്ഞു, ബ്രദർ ഒന്ന് എൻ്റെ കൂടെ വെളി വരാമോ? ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? അല്ല, ഒരാൾക്കൊരു ചെറിയ പ്രശ്നം, ഇങ്ങോട്ട് വരാമോ, എൻ്റെ കൂടെ വരാമോ? ഞാൻ ഓർത്തു, ഇവിടെ എന്നാ വിഷയമുണ്ടോ? തോമസ് കുട്ടി ബ്രദർ ഒരു ചെറിയ ഒരു വെപ്രാളവും. അപ്പോൾ ഞാനിവിടെ ചെന്നപ്പം ഒരു പാസ്റ്റർ നിൽക്കുക. അപ്പോൾ എന്നോട് ചോദിച്ചു, ആർ യു ദ പാസ്റ്റർ ഓഫ് ദിസ് മാൻ? അപ്പം ഞാൻ പറഞ്ഞു,
ഞാൻ പറഞ്ഞു പാസ്റ്ററല്ല, ഇദ്ദേഹം എൻ്റെ പാസ്റ്ററാന്ന് പറയാം, ഞാൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബ്രദറാണ്, ഹീസ് മൈ ബ്രദർ ഇൻ ക്രൈസ്റ്റ്, വാട്ട് ഈസ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊന്നും മനസ്സിലാകത്തില്ല, ഒരു സ്പെയിൻകാരനാരാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് പിടി കിട്ടണമെങ്കിൽ ഇംഗ്ലീഷിനകത്തുനിന്ന് ഒരു ട്രാൻസ്ലേഷനോട് കിട്ടിയാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ സടിച്ചാൻ്റെ കാര്യം പറഞ്ഞ പോലെ മലയാളം പറഞ്ഞാൽ ഒരു ട്രാൻസ്ലേഷനോട് വേണം. സോ ഞാൻ ചോദിച്ചു എന്നാ പറ്റി. ഉടനെ പറഞ്ഞു ഞങ്ങളുടെ കൂടെ വന്ന ഒരു സഹോദരിക്ക് ഞാൻ കല്യാണം ആലോചിക്കാൻ വന്നതാണ്, ഇദ്ദേഹത്തിന് കല്യാണം ആലോചിക്കാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു അതിന് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ഉടനെ പറഞ്ഞു അതല്ല, നിങ്ങളുടെ കൂടെയുള്ള ആളാണ്. അപ്പം ഇദ്ദേഹത്തോട് ചോദിച്ചപ്പം തോമസ് കുട്ടി ബ്രദറിന് ഞാൻ പോലും പെറുക്കിയെടുക്കുമായിരുന്നു, ഇങ്ങനെ തപ്പി അയാളുടെ വാക്കെടുത്ത്. ഇന്നലെയാണോ തോമസ് കുട്ടി ബ്രദർ അനി പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷാണ് ഇന്ന് രാവിലെ. ഇന്ന് തോമസ് കുട്ടി ബ്രദർ ഇന്ന് രാവിലെ പറഞ്ഞു ഇന്ത്യയുടെ ഇംഗ്ലീഷാണ് ബെസ്റ്റ് ഇംഗ്ലീഷ്. കറക്റ്റാണ്. നിങ്ങളറിയാമോ, ഇന്ന് ബ്രിട്ടീഷുകാരൻ്റെ കാരനാണല്ലോ നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു. ആ ബ്രിട്ടനിൽ പോയിട്ട് സൺഡേ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല, സുണ്ടേ എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ, മൺഡേ എന്ന് പറഞ്ഞാൽ മുണ്ടേ എന്ന് പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ഇംഗ്ലീഷാണ് ബെസ്റ്റ് ഇംഗ്ലീഷ്. സോ ഇയാൾ പറഞ്ഞു വരുന്നൊന്നും പിടികിട്ടുന്നില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് തോമസ് കുട്ടി ബ്രദറിന് കല്യാണം ആലോചിക്കുന്ന ഇയാളുടെ ചർച്ച് മെമ്പർ, അവരും കോൺഫറൻസിൽ വന്നു. തോമസ് കുട്ടി ബ്രദർ കണ്ടിട്ട് അവർക്ക് കല്യാണം ആലോചിക്കാൻ വന്നു. ഞാൻ ചോദിച്ചു, നോക്ക്, ദിസ് ബ്രദർ ഹാസ് 2 children, 2 മക്കളുള്ള ആളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, പിന്നെ എന്തിനാ ഇയാൾ മോതിരം ഇടാത്തതെന്ന്. മോതിരം ഇടാതിരുന്നോണ്ടല്ല ഈ ആലോചനയായിട്ട് ഞാൻ വന്നത്, ഞങ്ങളെ മണ്ടനാക്കുവാണ്. അപ്പം അന്ന് 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കർത്താവ് എന്ന് വെച്ച് 3ാമത്തെ ഒരു തോമസ് കുട്ടി ബ്രദർ. ഇപ്പോഴാണ് തോമസ് കുട്ടി ബ്രദറിന് ചിരി വന്നത്. ഞാൻ തോമസ് കുട്ടി ബ്രദറിനോട് വിളിച്ചു ചോദിച്ചു, തോമസ് കുട്ടി ബ്രദർ ഇത് ഞാൻ പറയാൻ പോവാം. തോമസ് കുട്ടി ബ്രദർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഓർത്തിരിക്കുകയാണോ, ഇതൊക്കെ ഓർത്തിരിക്കുകയല്ലേ ചിരി വരാൻ പറ്റത്തുള്ളൂ. തോമസ് കുട്ടി ബ്രദറെ ആനന്ദിക്കണം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ നമ്മളിന്ന് ചിരിക്കുമ്പോൾ വാസ്തവത്തിൽ ഓർത്തെ. അതുകൊണ്ട് ഇത് തന്നെ ഞാൻ ഈ റൈറ്റ് കയ്യിലാണ് ഇടുന്നത്, റൈറ്റ് കയ്യിലാണ്. ഇത് ഈ ഇടത്ത കയ്യിലിടണമെന്നാണ്. ഞാൻ യൂറോപ്പിൽ ചെന്നപ്പം എനിക്ക് സംഭവിച്ചത്, പാസ്റ്റർ എന്നോട് ചോദിച്ചു കല്യാണം കഴിച്ചാണോ. ഞാൻ പറഞ്ഞു അതെ. അപ്പം പിന്നെ എന്തിനാ ഇത് ഇവിടെ അല്ലേ ഇടേണ്ടത്, ഇവിടെ ഇട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വല്ലതും ഒക്കെ തോന്നുന്നു. മനസ്സിലാകുന്നുണ്ട്. അപ്പം ആഭരണം ഊരിയാൽ ഇങ്ങനെയൊക്കെ ചില കുഴപ്പങ്ങളുണ്ട്. സോ നമുക്ക് ഈ ചെറിയ കാര്യങ്ങളിലൊന്നും വാദവും തർക്കവും ഇല്ലാതെ നമുക്ക് പരിശുദ്ധാത്മാവിൽ നടക്കാൻ പഠിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിച്ചുകൂടെ നടക്കാം. ഇന്നലെ നമ്മൾ വായിച്ച് അവസാനിപ്പിച്ചത് റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ 7-ാം അധ്യായം. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം. കർത്താവിന് സ്തോത്രം. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ചിരിച്ചൊക്കെ മതിയായി, നമുക്ക് സീരിയസ് ബിസിനസ്സിലോട്ട് കിടക്കാം. നാളെയും പറയാം ഒരു കാര്യം. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എന്നാ പറ്റി ആൾക്കാരുടെ ഡൗട്ട്, ഇനി ശരീരത്തിൽ എന്തെങ്കിലും ടാറ്റ്, എൻ്റെ പിന്നെ ഇതൊക്കെ ഞാനിപ്പം പറഞ്ഞല്ലോ, ചെറിയ കാര്യങ്ങളൊക്കെ വീട് കർത്താവുമായിട്ട് നടന്നേ. മാത്രമല്ല വർഷിപ്പ് ടീമിൽ കിടന്ന കുഞ്ഞുങ്ങളോട് അന്ന് ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി മുതൽ ഞങ്ങൾ ടൈറ്റ്സ്, സ്കിന്നീസ്, ലെഗിൻസ് ഞങ്ങൾ എടുത്തില്ല. അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. നോക്കുക, അവർക്ക് ചിലർക്ക് അത് കാണുമ്പോൾ ഇടർച്ചയാണ്, അവരുടെ ആരാധനയല്ല, അവരെ നോക്കിക്കൊണ്ടിരിക്കും. അത് വേണ്ട. വർഷിപ്പ് ടീമിൽ യേശു അല്ല വലുത്, യേശുവിനെ നമുക്ക് കാണാം. ഞാൻ യേശുവിനെ, എൻ്റെ എല്ലാം യേശുവിനെ പ്രതിബിംബിക്കുന്നതായിത്തീരണം. ചെറിയ ചെറിയ കാര്യങ്ങൾ, തിന്നരുത്, ഉടുക്കരുത്, ആണ്ട് കിടക്കുക, ഇത് അതേ നോക്കുന്നതെല്ലാം ജഡികന്മാരാണ്. ലെറ്റ്സ് ഗോ സ്പിരിച്വൽ. ദിസ് ഇസ് എ പേഴ്സണൽ ലൈഫ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ പല വിശ്വാസികളെ വിശ്വാസി ആകരുത് ജീവിതത്തിൽ എന്ന് തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ കർത്താവ് വളരെയധികം ഒത്തിരി മോൾഡ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഈ പരിവായി തീർന്നത്. എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, യേശു മാത്രമേ ഉള്ളൂ. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം ഞാൻ തന്നെ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. കർത്താവ് എന്നെ പ്രിസർവ് ചെയ്ത പ്രിയമുള്ളവർ.
പ്രിസർവ് ചെയ്ത്. നൗ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഒരു വചനമാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. 24-ാം വാക്യം, ഓ റിച്ചഡ് മാൻ ദാറ്റ് ഐ ആം, ഹൂ വിൽ ഡെലിവർ. അപ്പം 23-ാം വാക്യത്തിൽ തന്നെ ഒരു കാര്യം പറയാണ്, there is another law in my member, warring against the law of my mind, bringing me into captivity to the law of sin, which is in my members. വായിച്ചേ. എന്നാൽ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ മനസ്സിൽ കാണുന്നു. എന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ അങ്ങ് ക്യാപ്റ്റീവ് ആക്കുക. നമ്മൾ അതിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചേ. For I know that in me, that is in my flesh, nothing good dwells. For to will is present with me, but how to perform what is good I do not find. വായിച്ചേ. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. എനിക്ക് എന്നെ അങ്ങ് എന്നാ പറയുന്നേ, ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ അങ്ങ് ക്ഷീണിപ്പിച്ച് കളയുന്ന ഒരു സത്യം, എന്റെ ജഡത്തിനകത്ത് നന്മയില്ല. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അപ്പം താല്പര്യമുണ്ട്, പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒന്ന് എൻ്റെ കൂടെ പറയാവോ? താല്പര്യമുണ്ട്, പ്രവർത്തിക്കാൻ പറ്റുന്നു. അതാണ് എല്ലാ പ്രായോഗിക വിശ്വാസികളുടെയും ജീവിതത്തിൽ വരുന്ന പ്രായോഗിക ചോദ്യം. എനിക്ക് മനസ്സുണ്ട്, തമ്പുരാറി പറയുന്നതൊക്കെ എനിക്ക് മനസ്സുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ഈസ് ദി ആൻസർ? എനിക്ക് പ്രായോഗികമായി നിങ്ങൾ ഈ റോമർക്ക് എഴുതിയ ലേഖനം വായിച്ചാൽ 1 മുതൽ 3 വരെ പാപ സ്വഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പാപ സ്വഭാവങ്ങൾ വളരെ ഈ ലോകത്തിലുള്ള മുഴുവൻ പാപവും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3-ൽ വരുമ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയാണ്. ഈ സീനായ് മലയിൽ ദൈവം ന്യായപ്രമാണം ഇസ്രായേലിന് കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ ഇവർക്കൊരു തോന്നലുണ്ടായിരുന്നു, ഇവർക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ന്യായപ്രമാണം പറയുന്നത് എല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. That all will be guilty. എന്ന കാര്യം എന്താ? ഈ ന്യായപ്രമാണം കൊടുത്തപ്പോഴാണ് ഇവർക്ക് പിടികിട്ടിയത്. ഇവർ ഓർത്തുകൊണ്ടിരുന്നത് ഇവർ ഭയങ്കര പാർട്ടികളാണ്. അതുകൊണ്ടാണല്ലോ മോശയോട് എതിർക്ക് പറയുന്നത് ഭയങ്കര ഭയങ്കര വേറെ വിശുദ്ധന്മാർ. ന്യായപ്രമാണം എപ്പോഴും ഫോൾസ് റൈച്ചിയസ്നെസ് നമ്മുടെ അകത്ത് തരും. അതുകൊണ്ടാണ് ഈ ദശാംശം പോലും, ദശാംശം കൊടുക്കുന്ന പറയുമ്പോൾ ആൾക്കാർക്ക് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ എന്തോ എല്ലാം കടപ്പാട് തീർത്തെന്നാണ് വിചാരിക്കും. അല്ല, അതുകൊണ്ടാണ് ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിക്കട്ടെ, സന്തോഷത്തോടെ കൊടുക്കണം എന്നൊക്കെ പറയുന്നു. അപ്പം ന്യായപ്രമാണം എന്ന് പറയുന്നത് സീനായ് മലയിൽ ഇസ്രായേലിന് കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവരെ മനസ്സിലാക്കണം, അവർക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ സ്നേഹം അവരെ നടത്തുന്നത്, ഇതെല്ലാം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം 4-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 19 വന്നിട്ട് 23 പറയാ, ഒരുവനും പോലും there is not one who is righteous. 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പറയാൻ, all have sinned, എല്ലാവരും പാപം ചെയ്തു, and have short from the glory of God. വായിച്ചോ? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു, എല്ലാവരും ആരും മെച്ചപ്പെട്ടവരല്ല. ഞാൻ സാധാരണ അതിൽ ഉദാഹരണം പറയാറുണ്ട്. ഒരു ചെളിവെള്ളത്തിൻ്റെ ഒരു കനാൽ ഇങ്ങനെ ഓടുക, ഇതിന് 10 അടിയാണ് വീതി. ഇപ്പുറത്തുനിന്ന് ഒരാൾ ഓടി വരുമോ, ഓടി വന്ന് ചാടിപ്പം 1 അടി കഴിഞ്ഞപ്പം ചെളിവെള്ളത്തിൽ വീണ് ചുറ്റുമുള്ളവരെല്ലാം തൊട്ടുപുറേ ഓരോരുത്തർ വന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. ഞാനും ചാടി 9.25 അടി ചാടി. പക്ഷെ വീണത് എവിടെയാണ്? കനാലിനകത്തോട്ട് വീണു. ആരും കൈ അടിക്കണ്ട, ആർക്കും സ്വയമേ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അതിനാ യേശു വന്നത്.
യേശു വന്ന് എന്താ ചെയ്തതെന്ന് പറയാം. ഈ കനാലിൻ്റെ നടുക്കൂട്ടങ്ങ് ഇറങ്ങി തൻ്റെ കൈ പിടിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, എന്നിലൂടെ അപ്പുറത്തോട്ട് കടന്നോളാൻ. അതിൻ്റെ പേരാ കൃപ. നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മളെ കൊണ്ട് ചെയ്തില്ല. അതാ അവിടെ എഴുതിയിരുന്നു, ഓൾ ഹാവ് സിൻഡ്. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു. എന്നിട്ട് ദൈവത്തിൻ്റെ വിശ്വാസത്താലുള്ള നീതി 4-ാം അധ്യായം പറഞ്ഞു, പിന്നെ നിങ്ങൾ പാപ സ്വഭാവങ്ങളെക്കുറിച്ച് മാത്രം പറയുന്ന കേൾക്കാം, പാപത്തെക്കുറിച്ച് പറയുന്ന കേൾക്കത്തില്ല. 6-ാം അധ്യായം വന്നപ്പം പാപം നമ്മളിൽ നിന്നും മാറി. 6-ാം അധ്യായം അത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാം അധ്യായം അതിൻ്റെ 22-ഉം 23-ഉം ഒന്ന് വായിച്ചു. എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്നും, പാപ സ്വഭാവങ്ങളിൽ നിന്നല്ല, പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന്റെ ദാസന്മാരാകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനവും. നിങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരായി. ഇത് കാരണം. എന്നിട്ട് താഴെ പറയാണ്, വായിച്ചു, പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകും. അവിടെ പാപ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നില്ല. പിന്നീട് 7-ാം അധ്യായം വീണ്ടും ഇതിനെക്കുറിച്ച്, ന്യായപ്രമാണത്തെക്കുറിച്ച്. നിങ്ങൾ ഈ 7-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അവിടെ 2 വാക്ക് നിങ്ങൾ കാണത്തില്ല. പരിശുദ്ധാത്മാവ് കാണത്തില്ല, ക്രിസ്തുവും കാണത്തില്ല. നിങ്ങൾ മുഴുവൻ വായിച്ചു. അവിടെ 7-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം മുതൽ വായിച്ചു. അവിടെ മുഴുവൻ ഞാൻ ന്യായപ്രമാണം, ഞാൻ ന്യായപ്രമാണം, ഞാൻ ന്യായപ്രമാണം. ഞാൻ ചെയ്യാൻ നോക്കി, ന്യായപ്രമാണം സംഭവിക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ അവസാനം വരുമ്പോൾ തൻ്റെ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ താൻ പറയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ സാധിക്കുന്നില്ല. ഐ വോണ്ട് ടു ഡു ഇറ്റ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലെ ഏത് മനുഷ്യൻ, ഏത് വിശ്വാസിക്ക ദൈവവചനം അനുസരിക്കരുതെന്ന് ആഗ്രഹം? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കാഗ്രഹമില്ല? ആർക്കെങ്കിലും പാപം ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ? ഇല്ല പ്രിയമുള്ളവർ, ഒരിക്കലുമില്ല. പക്ഷേ അങ്ങ് പെട്ടുപോകുക. കാര്യം എന്താ? ആ സ്വഭാവം അവിടെ കിടപ്പുണ്ട്. ഞാൻ പറയാം, ഒരു പുതിയ വിശ്വാസി തെറ്റെന്ന് കണ്ടാൽ ഉടനെ അയാളെ ശകാരിക്കരുത്. എന്നാൽ നമ്മൾ ഒരു കൊച്ചു കുഞ്ഞ് വളർന്നു വരുന്ന കണ്ടില്ലായിരുന്നു? എത്രയോ പ്രാവശ്യം അവർ വീണു. അപ്പോഴൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു അവരെ? ഞാൻ ഈ നമ്മുടെ ചെറിയ ഇപ്പോൾ എമർജ് ചെയ്ത് വരുന്ന ശുശ്രൂഷകരുണ്ട്. അവരൊക്കെ പറഞ്ഞു ഒട്ടനെ അവത്തേക്ക് നശിപ്പിച്ച് അവരെ ഹേയ് വെയിറ്റ്, നിങ്ങൾക്ക് പറയാനുള്ള അവർ വളർന്നു വരട്ടെ, അവരുടെ മെച്യൂരിറ്റി വരെ. ഞാൻ ഇത്രയും 25 വർഷമായി ഞാൻ ശുശ്രൂഷയിൽ, ഇന്നും ഞാൻ മച്യൂർ ആയിട്ടില്ല. ഇനിയും മച്യൂർ ആകാൻ കിടക്കുമോ? ഞാൻ പോൾ യോങ്കിച്ചോടെ ഒരു ശുശ്രൂഷയിൽ ഇപ്പോൾ 70-ാം വയസ്സിൽ അദ്ദേഹം അന്ന് രാവിലത്തെ കാര്യം താൻ പറയാം. അന്ന് രാവിലെ താൻ ഒരു ശുശ്രൂഷ ചെന്ന് ആ ബലഹീനത ഇപ്പോഴും ഞാൻ വെളിയിൽ വരുക. 70 വയസ്സുകാരൻ. ദർ ഇസ് എ ലോ. അവിടെ ആ വിശ്വാസിക്ക് മനസ്സിലാവേണ്ടിയത്, താൻ വിചാരിച്ചാൽ നടക്കത്തില്ല. നോക്കിക്കേ, ഇവിടെ മുഴുവൻ ഞാൻ മനസ്സുകൊണ്ട് ന്യായപ്രമാണം അനുസരിക്കാൻ നോക്കുന്നു, ഞാൻ ചെയ്യാൻ നോക്കുന്നു, ഞാൻ നടക്കത്തില്ല. അവസാനം വന്നപ്പോൾ he reached a point. താൻ ഒരു സ്ഥലത്തെത്തിയിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ സ്വയത്തിൽ നിന്നും ഞാൻ അങ്ങോട്ട് ചെയ്യാം. ഓർക്കുന്നുണ്ടോ? പത്രോസ് നല്ല മനസ്സോടെ പറഞ്ഞേ, നാഥ മരിക്കരുത്, ഞാനൂടെ കൂടെ വരാമെന്ന്. യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഞാൻ സത്യമായി നിന്നോട് പറയാം, ഈ കോഴി 3 പ്രാവശ്യം കൂവുന്ന മുമ്പേ നീ എന്നെ തള്ളി പറയും. സ്വയം ബലത്തിൽ നടക്കാനായിട്ട് പത്രോസ് ചില്ലറക്കാരനല്ല, കൂടെ യേശുവിന് വേണ്ടി എന്തും ചെയ്യാൻ നടന്നവർ. പക്ഷെ നോക്കിക്കേ, ആ പത്രോസ് പിന്മാറി തിരിച്ചു വന്നു, പിന്നെ മീൻ പിടിക്കാൻ പോകുന്നു. ആ പത്രോസിൻ്റെ അടുക്കൽ വീണ്ടും യേശു വന്നു. ആൻഡ് there comes the glorious entry. ഞാൻ പറയും, ഒരു കർട്ടൻ റേസ് ചെയ്യുക. ആരുടെ വരവ്? പരിശുദ്ധാത്മാവിൻ്റെ വരവ്. എൻ്റെ ജഡം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് മുഴുവൻ പാളുമ്പം എനിക്കൊരു കാര്യം മനസ്സിലാകും, ഞാൻ വീണ്ടും ജനിച്ച ദൈവപൈതല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഇല്ലെങ്കിൽ
ഞാൻ തെറ്റാൻ സാധ്യതയുണ്ട്. ഞാൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിക്കപ്പെട്ടതാ, പക്ഷേ എൻ്റെ ചുറ്റും ഇന്നും ആ പാപ സ്വഭാവം എൻ്റെ അകത്ത് നിൽപ്പുണ്ട്. ഞാൻ ഇന്ന് രാവിലെ മുതൽ കുറച്ച് തിരക്കായിരുന്നു, പക്ഷെ മണ്ണ് കിട്ടാൻ പറ്റിയില്ല. നിങ്ങൾ വീട്ടിൽ, നമുക്കറിയാം ക്ലാസ്സിലൊക്കെ സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് മണ്ണിട്ട് കലക്കിയാൽ കുറച്ച് നേരം കഴിയുമ്പം ഇത് മുഴുവൻ ഇങ്ങനെ മണ്ണിൻ്റെ നിറമായിരിക്കും. എന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതെല്ലാം അടിഞ്ഞ് വീണ്ടും തെളിഞ്ഞ് വരും. ആ തെളിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം മണ്ണവിടെ ഇല്ലെന്നല്ല, അവിടെ ഉണ്ട്. ഇടയ്ക്കൊന്ന് കലക്കിയാൽ പഴയ പോലെയാകും. ജഡം നമ്മുടെ അകത്ത് പഴയ ആ പാപം അതിനകത്ത് കിടപ്പുണ്ട്. സ്വഭാവം, പാപം മാറി നമ്മൾ നീതിയായി കഴിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് താൻ ഇങ്ങനെ വന്ന് പറയുക. പത്രോസിൻ്റെ കാര്യമായിക്കോട്ടെ, എല്ലാ വിശുദ്ധന്മാരും അവരുടെ ജഡത്തിൽ പലതും ചെയ്യാൻ നോക്കി. പക്ഷെ അവർക്കെല്ലാം മനസ്സിലായ ഒരു കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നടക്കത്തില്ല. നമ്മൾ അവിടെയാണ് ഇവിടെ പൗലോസ് അവസാനം പറയുകയാണ്. 24 25 വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. 7 അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഐ ക്യാൻ ഗോ അവേഴ്സ്. പലപ്പോഴും ഇന്ന് ഞാൻ ഇവിടം എത്തുന്ന മുമ്പേ എനിക്ക് കിട്ടിയ എത്രയോ ഇമെയിലുണ്ട്. എല്ലാം ഇമെയിലിനകത്തും ഐ എം സോ ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ ഓപ്പണിങ് അപ്പ്. കോളേജിൽ പോകുന്ന പിള്ളേർ, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ, ഞങ്ങൾ തെറ്റിപ്പോകുക അങ്ങളെ, എങ്ങനെ രക്ഷപ്പെടാം? അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യക്തിപരമായി പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ. കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവർ ഒത്തിരി പേര് അവർ ടെലിങ്. പിന്നെ ആഗ്രഹമില്ല, പക്ഷെ സാഹചര്യം വരുമ്പോൾ പിന്നെയും പോകുക. അതാണ് ഓ റിച്ചഡ് മാൻ ദാറ്റ് ഐ ആം. നിങ്ങൾക്ക് ഫീലിംഗ്, ഈ ഇമെയിൽ വന്നപ്പം ഞാൻ മനസ്സിലാക്കിയത്, വീണ്ടും ജനിച്ചവനെ അത് തോന്നൽ വരുത്തുള്ളൂ. അതാ കർത്താവിൻ്റെ പ്രവൃത്തി. ആ ബോധ്യം വന്നോണം. തെറ്റിപ്പോകുമ്പം ഞാൻ തെറ്റിപ്പോയെന്നൊരു തോന്നൽ വന്നില്ലേ, അതാ പരിശുദ്ധാത്മാവ്. ഞാൻ തെറ്റിപ്പോയി. ലോകം വീണ്ടും ജനിക്കാത്ത ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ തെറ്റിനെ അങ്ങ് ന്യായീകരിക്കും. പക്ഷേ ഇയാൾ ആത്മീയന, ജഡികന, ആത്മാവകത്ത് ജീവനോട് ഉള്ളത് കൊണ്ട് ഞാൻ തെറ്റിപ്പോയി എന്നൊരു ബോധ്യം വരാത്ത. ആ ബോധ്യം വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ്. കയ്പ്, വിദ്വേഷം ഇതെല്ലാം മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയത്തിൻ്റെ കാഠിന്യം മാറി. ഓരോ ചെറിയ കല്ലും പൗലോസ് മരിച്ചയാളിനെ ഉയർപ്പിച്ചു. ക്രിസ്തുവിനെ ഇതുപോലെ വെളിപ്പെടുത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹം പറയാം, ഞാൻ ദിനംതോറും ചാകുന്നു. നമ്മുടെ ഈ അവയവങ്ങൾ, നമ്മുടെ വികാരം പിന്നെ ഇളകി വരും അല്ലേ? പലരും ഉണ്ട്, ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിയുമ്പോൾ ഒറ്റയ്ക്ക് പോയിരുന്ന കാര്യം, എന്തിനാ ഞാൻ ദേഷ്യപ്പെട്ടെ? നോ, ഡോണ്ട് ഫീൽ കണ്ടംപ്റ്റ്. കുറ്റാരോപമാകരുത്, കുറ്റപ്പെടുത്തരുത്. കാര്യം എന്താ? ഈ തോന്നൽ വന്നില്ലേ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇവിടെ ഈ റെച്ചഡ് ഫീലിംഗ്, ഈ മനുഷ്യൻ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് പറയാൻ കാരണം, ക്രിസ്തുവും കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ കൂടാതെ സ്വയമേ ന്യായപ്രമാണം അനുസരിക്കാൻ നോക്കിയത് അയാൾ. അതുകൊണ്ട് അവസാനം വന്നപ്പോൾ പറയുന്നത് അയ്യോ. കാര്യം എന്നാ? ഈ മനുഷ്യൻ സ്പിരിച്വൽ ആണോ? അതെ, വീണ്ടും ജനിച്ചവനാ. പാപം പോയി, എന്നാൽ പാപ സ്വഭാവം തന്നെ അലട്ടിക്കൊണ്ടിരിക്കുക. 5-ാം അധ്യായത്തിൽ വന്നപ്പോൾ പിന്നീട് നിങ്ങൾ പാപം എന്ന വാക്ക് കേൾക്കത്തില്ല, പിന്നെ മുഴുവൻ പാപ സ്വഭാവങ്ങൾ. ഒരുവൻ്റെ ലംഘനത്താൽ എന്ന് പറഞ്ഞ് അവിടെ തീർത്തു. മേരൊരുത്തൻ്റെ അനുസരണത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ശേഷം പിന്നെ പാപം മരിച്ചു, ഇനി പാപത്തിനല്ല നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വന്ന് ഈ മനുഷ്യൻ പിന്നെയും പാപ സ്വഭാവത്തോട് മത്സരിക്കുക. സ്വയം ബലത്തിൽ മത്സരിക്കാൻ നോക്കുക. സ്വയം ബലത്തിൽ നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്കും എനിക്കും ഒരു സഹായകനെ കർത്താവ് തന്നിട്ടുണ്ട്.
അതുകൊണ്ടാണ് തൊട്ട് താഴെ 25-ാമത്തെ വാക്യത്തെ എത്തുമ്പോഴാണ് ആൻഡ് താങ്ക് ഗോഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. വായിച്ചു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഹല്ലേലൂയ. നൗ യേശു ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ജയം. യേശു ക്രിസ്തു മുഖാന്തരം എന്ന് പറയുമ്പോൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഇനിയും ഈ 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ജേർണി തുടങ്ങുക. ഞാൻ പറയാം, എത്ര ശ്രമിച്ചാലും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും ഈ പാപ സ്വഭാവം ഉണ്ടല്ലോ, അതിനെ മരവിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമാണ്. അതാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഒന്ന് വായിക്കും. ഇന്ന് സമയം ഇങ്ങനെ ഓടിപ്പോവുക. നാളെ രാവിലെ 8:30 മണിക്ക് നമ്മളുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കുക. രാവിലെ 8:30 മണി. നമ്മൾ 10-ാം ദിവസം പെന്തക്കോസ്ത് നാളാന്ന് പറയുന്ന പോലെ ഉപവാസം, നമ്മുടെ ഈ 40 ദിവസത്തെ പ്രാർത്ഥനയുടെ 10-ാമത്തെ ദിവസം നാളെ രാവിലെ 8:30 മുതൽ 9 വരെ യു ആർ ഗോയിങ് ടു ഹാവ് എ ഫയർ ടൈം വിത്ത് റോണക് മിനിസ്ട്രിങ്. എല്ലാ ദിവസവും കർത്താവ് അനുവദിച്ചാൽ രാവിലെ 8:30 മുതൽ 9:30 വരെ മറക്കരുത്. സോ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ മനോഹരമായുണ്ട്. ഇതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. പക്ഷേ ഡു നോട്ട് ഫോർഗെറ്റ്, ഇത് മുഴുവൻ ദർ ഇസ് നോ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ തെറ്റിപ്പോയി, ഞാൻ തെറ്റ് ചെയ്തു എന്ന് ബോധ്യം വരുത്തുന്നത് പരിശുദ്ധാത്മാവ്. അവിടെ കർത്താവെ, അപ്പം അത് കഴിഞ്ഞ ഉടനെ പിന്നെ അങ്ങ് പെർഫെക്റ്റായി ഞാൻ വിശുദ്ധനായി സ്വർഗത്തിലെയാണെന്നല്ല, ചിലപ്പം വീണ്ടും വരാം. എൻ്റെ ബലഹീനത മനസ്സിലാക്കുന്നതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ഗ്രേസ്. എൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കുന്നത്. ഞാനതാ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രാവിലെ കർത്താവുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ അല്ലാതെ വെളിയിലോട്ട് ഇറങ്ങാൻ എനിക്ക് ഭയമാണ്. കാര്യം ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, പക്ഷേ അസാധാരണമായ ഒരു ദൈവം. സോ പരിശുദ്ധാത്മാവിനാൽ നിറയുക മാത്രമല്ല, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുകയും കൂടെ വേണം. നാളെ റോമർക്ക് എഴുതിയ ലേഖനം 8 കയറുമ്പം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 20-ാമത്തെ വാക്യം മുതൽ 2:20 മുതൽ വായിക്കാം. നാളെ ഇത് ഞാൻ വായിക്കുമ്പം നാളെ എന്നെ ഓർമ്മിപ്പിക്കണം. വി വിൽ ഹാവ് എ വെരി ഗുഡ് ടൈം. ഞാൻ നാളെ ഇപ്പം തന്നെ നോട്ട് ചെയ്യാൻ പോവാ. നാളെ ഒരു രസകരമായ കാര്യം പറയാനുണ്ട്. ഓക്കെ, വായിച്ചു. ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷിക കൽപ്പന എന്ന് പറഞ്ഞ് മാനുഷ്യമില്ലാത്ത, നമ്മൾ ഇങ്ങനെ പറയണം, ഞങ്ങളുടെ സഭയുടെ നിയമം ഇതാ, അത് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. ദൈവം പറഞ്ഞാന്ന് പറയരുത്. കാര്യം എന്താ? ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്ക് ക്രിസ്തുവിൽ നമ്മൾ മരിച്ചവരാണ്. വി ആർ ഡെഡ്. ആ ഡെത്തിനെ പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഹി ടേക്സ് യു ടു ദ ക്രോസ് ആൻഡ് ദാറ്റ് ഈസ് അവിടെയാ എംപ്റ്റിങ് യുവർസെൽഫ്. അവിടെ ഗുണം എന്നാ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് ഈ ചപ്പും ചോറും എനിക്ക് അയക്കുന്നത് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അവരെന്നെക്കുറിച്ച് ഇത് പറഞ്ഞു, ഞാൻ മറുപടി പറയാനും പോകുന്നു. ഐ എം ഡെഡ്. അങ്ങനെ ഒരു മറുപടി പറയാനുള്ള വികാരമൊന്നും എനിക്കില്ല ഇപ്പം. അത് ഒരു ദിവസം കൊണ്ടല്ല, കുറച്ച് നാൾ മുമ്പേ ഒക്കെ ആണെങ്കിൽ മറുപടി പറയണം, വിളിച്ച് പറയണം. പക്ഷെ എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ മറുപടി പറഞ്ഞാൽ ആ മറുപടി ഗുണമില്ല. എൻ്റെ നാഥൻ മറുപടി പറയും. നാഥൻ മറുപടി പറയുന്നത് നമ്മൾ ചിലപ്പം പറയും, നേരത്തെ പറഞ്ഞല്ലോ, ഇത് പറഞ്ഞിട്ടൊക്കെ എന്തിയേ? മാസം 3 ആയിട്ടുള്ളൂ, 20 മുമ്പോട്ടാണ്. വിതച്ചിട്ടേ ഉള്ളൂ വചനം. അത് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കളർത്തു വരും.
ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവെ, ആരെയും കുറ്റപ്പെടുത്തുന്ന ആ സ്വഭാവം എന്നിൽ നിന്ന് മാറ്റണം. അയാൾ ശരിയല്ല, ഇയാൾ ശരിയല്ല. പരിശുദ്ധാത്മാവിനോട് ഹെൽപ്ലെസ് ആകണം. ഞാൻ അങ്ങനെയാണ്. കർത്താവെ, ഹെൽപ്പ് മീ. അവിടെയാണ് യേശു പറഞ്ഞൊരു വാക്ക്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കൊമ്പന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ, അൺലെസ് ഹി ഹെൽപ്സ് അസ്, അൺലെസ് ഹി ഹെൽപ്ലെസ്. നോക്കിക്കേ, വായിച്ചേ. മനുഷ്യകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി. കാര്യം എന്താ? കൊലോസ്യ സഭയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊലോസ്യ ഇവിടെ വരും ഞാൻ നാളെ. സോ പ്രാർത്ഥിക്കുന്ന മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു ഡീറ്റെയിൽ തന്നേ ഉള്ളൂ. വി വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് കൊലോഷ്യൻസ് ആൻഡ് കം ടു റോമൻസ്. കർത്താവിൻ്റെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇത് മുഴുവൻ. ഞാൻ ഈ റോമൻസ് 8 കയറാനായിട്ട് ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ഞാൻ ഇന്നലെ അനിയോട് പറയായിരുന്നു, കർത്താവ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. കൊലോസ്യർക്ക് ഇത് ലേഖനത്തിൽ പറയാം, വീണ്ടും മാനുഷിക ഉപദേശം, പിന്നെ പീഡിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് പിന്നെ നിങ്ങൾ എന്തിനാ കീഴ്പ്പെട്ടത്? ഇതെല്ലാം തൊടരുത്, തിന്നരുത്, അത് കഴിക്കരുത്, ഇത് തിന്നരുത്, അത് തിന്നാ കുഴപ്പം, ഇത് തിന്നില്ലേ കുഴപ്പം. എന്നിട്ട് ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതല്ലേ? ഇതെല്ലാം നശിച്ചു പോകുന്ന സാധനങ്ങളാണ്. ഇത് ഉപയോഗിക്കണം. ഞാനൊക്കെ ചില സ്ഥലത്ത് ഹോട്ടലിൽ പോകുന്ന സമയത്ത് ഞാൻ ഈ ചെറുപ്പം മുതൽ എനിക്ക് രാവിലെയും കുളിക്കും, ഞാൻ ഉച്ചയ്ക്ക് കുളിക്കും, വൈകുന്നേരം 3 നേരം എനിക്ക് ഫ്രഷാണ്. അപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ ആ തോർത്ത് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, 3-ാം ദിവസം ആകുമ്പോൾ അനി വഴക്ക് പറയും, ഇത് മാറാറായില്ലെന്ന്. പക്ഷെ ഹോട്ടലിലാണെങ്കിൽ 3 നേരം പുതിയ തോർത്ത് വരുത്തും, പുതിയ സോപ്പ് എടുക്കും. ഞാൻ അവിടെ ചെന്ന് ഐ വിൽ യൂസ് ഇറ്റ്. ലോകത്തിലുള്ളതിനെ നമ്മളെ പിടികൂടത്തില്ല. അതാ ബൈബിൾ പറയുന്നത്, പടയ്ക്ക് ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളി ജീവിത കാര്യങ്ങൾ ആരോടും കുടുങ്ങരുത്. നമുക്കറിയാം എവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. കുടുങ്ങരുത്. വ്യക്തിബന്ധങ്ങളിൽ കുടുങ്ങരുത്. ഇന്നലെ ഒരു ചോദ്യം എങ്ങനെയായിരുന്നു, സെക്സ് ബിഫോർ മാരേജിന് എന്താ തെറ്റ്? പ്രിയമുള്ളവരെ, ആ ചോദ്യം 1-2 പേരല്ല, ഒത്തിരി പേര് ചോദിക്കുന്നൊരു ചോദ്യം. എൻ്റെ കാരണം ഞാൻ പറയാം. വിവാഹമാണ് ദൈവത്തിൻ്റെ ഈ ലോകത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിനെ അങ്ങ് തകർത്ത് കളയാൻ പിശാച് നോക്കുക. ഒരാളോട് ഇഷ്ടം തോന്നുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. അങ്ങനെ ഇഷ്ടം തോന്നില്ലെങ്കിൽ കുഴപ്പമാണ്, ഒരാളോട് ഇഷ്ടം തോന്നും. പക്ഷെ ശാരീരികമായ ബന്ധം, അത് കർത്താവ് അനുവദിച്ചാൽ ഫാമിലി ലൈഫ് ഇടയ്ക്ക് ഞാൻ പറയും, അപ്പം മനസ്സിലാവും. ദൈവം വെച്ചിരിക്കുന്ന ഒരു ബ്ലഡ് കവനൻ്റ് ഉണ്ട് അതിനകത്ത്. അത് മരണത്തിലാണ് മാറുന്നത്. ഡൈവോഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതല്ല. ഡൈവോഴ്സും ഡിഫ്ലക്റ്റും അതുപോലെ തന്നെയാണ് സെക്സ്വൽ ഇമ്മോറാലിറ്റി. അവരോട് ഏകാത്മാവാകുക, അതല്ലേ ബൈബിളിൽ പറയുന്നത്. വ്യഭിചാരിയോട് പോയി ചേരരുത്. ഏകാത്മ, അതിൻ്റെ ദാരിദ്ര്യം, ആ ദാരിദ്ര്യം ഇങ്ങോട്ട് വരും. നൗ ഡോണ്ട് ഹാവ് ടു ഫീൽ ഗിൽറ്റി. ഞാൻ വീണ്ടും പറയാം, ഇന്ന് യേശുവെ അങ്ങയുടെ കരുണ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം എന്ന് പറയാം. യു ക്യാൻ ബംപ് ബാക്ക് ആൻഡ് ഫീൽ ഫ്രീ ടു സെൻഡ് മീ സച്ച് ക്വസ്റ്റ്യൻസ്. ആൻഡ് എനിക്ക് ആ ക്വസ്റ്റ്യൻ അയക്കുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പേരൊന്നും വെക്കണ്ട, ഫേക്ക് ID ക്രിയേറ്റ് ചെയ്തും അയച്ചു, ഒരു കുഴപ്പമില്ല. ആസ് ലോങ് ആസ് യു ഗെറ്റ് ദി ആൻസർ, ആസ് ലോങ് ആസ് യു ജംപ് ബാക്ക് ടു ക്രൈസ്റ്റ്, ഐ ലവ് യു ഓൾ. ഐ ലവ് യു വിത്ത് ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വായിച്ചു 22. അതൊക്കെ സ്വച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിന്റെ ഉപേക്ഷണയിലും രസിക്കുന്നതിന് ജ്ഞാനത്തിന്റെ പേര് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ? ദിസ് തിങ് ഇൻഡീഡ് ഹാവ് എൻ അപ്പിയറൻസ്. കണ്ടോ, ഇപ്പം ഒന്നുമില്ല, മീശയും പഠിച്ചു, നല്ല ഡ്രസ്സും എടുത്തില്ല, ചെരുപ്പും എടുത്തില്ല. ഇപ്പോൾ കണ്ടാൽ രസമാണ്, പക്ഷെ തലമുറുകെ പിടിച്ചിട്ടുണ്ടോ? യേശുവുമായിട്ട് ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് വരുന്ന ഫലം ആത്മാവിൻ്റെ ഫലമോ സ്നേഹം.
സ്നേഹം ദീർഘമായി പൊറുക്കുന്നു, ആരുടെയും കുറ്റം കണ്ടുപിടിക്കുന്നില്ല. നോക്ക്, അപ്പിയറൻസ് ഓഫ് വിസ്ഡം ഇൻ സെൽഫ് ഇമ്പോസ്ഡ് റിലിജൻ. 2, ഫോൾസ് ഹ്യൂമിലിറ്റി. അല്ലാതെ എഴുതിയിട്ടില്ല. മായത്താഴ്മ. ആളുടെ അടുക്കോട്ട് ചെല്ലുമ്പോൾ കറക്റ്റ് വിവരം അറിയാം. അത് ഞാൻ പറഞ്ഞ വൃക്ഷത്തെ കണ്ട് പുറകെ പോരുന്ന ഫലം കാണണം. 3, നെഗ്ലക്റ്റ് ഓഫ് ബോഡി. ശരീരത്തിൻ്റെ ഉപേക്ഷണം. ദീസ് ആർ നോ വാല്യൂ അഗെയിൻസ്റ്റ് ദ ഇൻഡൽജൻസ് ഓഫ് ഫ്ലഷ്. ജഡാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല. ജഡത്തെ ഒതുക്കാൻ ഇതിനൊന്നും പറ്റത്തില്ല. ചെയ്യരുത് ന്യായപ്രമാണങ്ങൾ, നിയമങ്ങൾക്കൊന്നും ജഡത്തെ ഒതുക്കാൻ പറ്റത്തില്ല. പിന്നെ ജഡത്തെ എങ്ങനെ ഒതുക്കാം? അകത്തൊരാൾ ഇരിപ്പുണ്ട്, കൂടെ നടത്താനായിട്ട് ഒരാൾ ഇരിപ്പുണ്ട്, പരിശുദ്ധാത്മാവ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഐ ക്യാൻ ഫീൽ സച്ച് എ ഫ്ലോ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു. നിങ്ങൾ ഏത് സഭയാണെന്ന് എനിക്കറിയണ്ട, നിങ്ങൾ ഏത് പ്രായക്കാരറിയണ്ട, ഫേക്ക് ഐ ഡി ഉണ്ടാക്കി അയച്ചു. ഐ വിൽ ഹെൽപ്പ് യു ഔട്ട്. ഫൂളിഷായിട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പോയി ചോദിക്കരുത് ഉപദേശം. പ്ലീസ്, കർത്താവിൽ വളരണം. ലോകം ഇന്നൊരു അഭിഷേകത്തിനെ തപ്പി നിൽക്കുകയാണ്. സ്വർഗം തൻ്റെ മുഴുവൻ അഭിഷേകം പകരാൻ ഒരു വ്യക്തിയെ നോക്കിയിരിക്കുക. ദാനിയേൽ പ്രവചനത്തിൽ ഒരു മനോഹരമായ ഒരു വചനമുണ്ട്. എന്നോട് നമ്മുടെ ഡൽഹിയിലെ തോമസ് ജോർജ് എനിക്ക് ഒരു വലിയൊരു മഹാഭാഗ്യം കിട്ടി. എൻ്റെ കൂടെ ഉള്ളായിരുന്ന എന്നെ മെൻറ്റേഴ്സൊക്കെ നല്ലതായിരുന്നു. റാം ബാബു ഈസ് വൺ ഓഫ് മൈ മെൻറ്റർ. ഐ എം പ്രൗഡ് ദാറ്റ് ഹീ ഈസ് മൈ ബ്രദർ ആൻഡ് മെൻറ്റർ. തിരുത്തി തരും. തോമസ് ജോർജ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, വായിന്ന് കുറ്റം പറയരുത്. നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷം മലിനമായി പോകുന്നു. ആരുടെയും കുറ്റം പറയരുത്. ഒരു വലിയ പാഠമായിരുന്നു ഞാൻ വിശ്വാസത്തിൽ വളരുന്ന സമയത്ത്. അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ദാനിയേൽ പ്രവചനത്തിലൊരു വാക്കാണ്, ഹീ ഹു നോസ് ഹിസ് ഗോഡ് വിൽ ഡു മൈറ്റി എക്സ്പ്ലോയിറ്റ്സ്. ദൈവം ആരാണ്, ഞാൻ സേവിക്കുന്ന ദൈവം ആരാന്ന് തിരിച്ചറിഞ്ഞാൽ വൻ കൊള്ളയടിക്കും, വൻ കാര്യങ്ങൾ ചെയ്തെടുക്കും. കൊള്ളയല്ല, വൻ കാര്യങ്ങൾ ചെയ്യും. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി നമുക്ക് മനസ്സിലാക്കാം. തന്നെ ഏകാക ചിത്തന്മാർക്ക്, കർത്താവിൽ ആയിരിക്കുന്നവർക്ക് കർത്താവ് തന്നെ പകരാൻ തയ്യാറായി നിൽക്കുക. ഹി വാണ്ട്സ് ടു പോർ. ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഐ നോ സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന തെറ്റുകൾ കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ തെറ്റിപ്പോയി ഇന്ന ഏരിയ, പക്ഷേ ഇനി ഒറ്റയ്ക്ക് എന്നെ വിടരുതേ, എന്നെ കൈക്ക് പിടിച്ച് നടത്തണേ. ഹല്ലേലൂയ. ഒരു കൊച്ചു കുഞ്ഞിനോട് 1+1 ഒരു കണക്ക് കുറച്ച് കൊടുക്കുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണക്ക് എഴുതാനിരിക്കുമ്പോൾ വലിയ സന്തോഷത്തിൽ ഇപ്പം തീർത്ത് കളയെന്നാണ് പറയുന്നത്. പക്ഷേ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം മിസ്റ്റേക്ക് വരുമ്പോൾ എൻ്റെ പെങ്ങളിടയ്ക്ക് വന്ന് പറയും, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പച്ചനാണ് പറഞ്ഞു ചോദിക്കുന്നത് ചെയ്യാൻ. പെങ്ങൾ വന്ന് പറയും, ഇങ്ങനെയൊക്കെ ചെയ്തോളാൻ. ഹെൽപ്പർ. നമ്മൾ എത്ര നോക്കിയാലും ഈ മർമ്മം സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും നല്ലത് അഡ്മിറ്റ് ചെയ്യുക, അംഗീകരിക്കുക, എനിക്കൊരു സഹായം വേണം, എനിക്ക് ഒറ്റയ്ക്ക് ഇത് നടക്കത്തില്ല, ഞാൻ കുറേ പരിശ്രമിച്ചു നടക്കുന്നില്ല. പരിശ്രമിച്ചോ, ഹോളി സ്പിരിറ്റ് വിൽ കം. പ്രാർത്ഥിക്കാൻ പോവാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും എവിടെയാണെങ്കിലും അത്ഭുതകരമായി കർത്താവെ അങ്ങയുടെ കരുണ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു വലിയ പകർച്ച അവൻ്റെ നിറവിൽ നിന്നും കൃപമേൽ കൃപ പകരപ്പെടട്ടെ, കൃപമേൽ കൃപ പകരപ്പെടട്ടെ. കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിന്നും കർത്താവെ ആ മനസ്സാക്ഷി പോലും, അകത്തെ മനുഷ്യൻ മുഴുവൻ അങ്ങയുടെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഇന്നത്തെ ഈ സെഷൻ കഴിയുമ്പം ഫ്രീ ആകട്ടെ. നാളെ കർത്താവെ പരിശുദ്ധാത്മാവിൽ നടത്തപ്പെടുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ മഹാസന്തോഷത്തോടെ നടക്കട്ടെ. ഇതിനെ തുടർന്നും ദൈവ മഹത്വം തേജസ്സിനാൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഒരേ കുടുംബത്തിൽ കൂട്ടായ്മയ്ക്ക് വിളിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഞങ്ങളെ മൂർച്ചയുള്ള ആയുധങ്ങളായി, തിളങ്ങുന്ന ആയുധങ്ങളാക്കി മാറ്റുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലും ചേർച്ചിൻ്റെ ഫേസ്ബുക്ക് പേജിലും റോനക് വിൽ കം. എല്ലാവരും നമുക്ക് ഏതായാലും വീട്ടിൽ രാവിലെ നമുക്ക് എഴുന്നേക്കാം. മിഡിൽ ഈസ്റ്റിലുള്ളവർ നേരത്തെ അങ്ങ് എഴുന്നേക്കാം. 8:30 to 9:30. I know that it will be such a powerful time.
and we will all follow what's going on. Kartav Dhanagaritte, everyone who joined, Sibu, everyone, bless you. Manoji Thomas, bless you. കർത്താവ് ഇത് വലിയ ഒരു എക്സ്പ്ലോഷനിലോട്ട് നമ്മുടെ അകത്ത് സ്പിരിറ്റിൽ വലിയൊരു കാര്യം നടക്കാൻ കർത്താവ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യുക. 1 minute മെസ്സേജ് കിട്ടാത്തവർ ഇമെയിൽ അയക്കണം, അല്ലെങ്കിൽ താഴെ ഇമെയിൽ ID-ലോട്ട് അയക്കണം. ഒരു ദിവസം tens of thousands റിസീവ് മെസ്സേജുണ്ട്. നാളെ കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ 1 മണിക്ക് എൻ്റെ ഹിന്ദി മെസ്സേജുണ്ട്. സോ ഹിന്ദി മെസ്സേജിൽ തേഴ്സ്ഡേ മോർണിംഗ് 1 മണിക്ക് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഹിന്ദി മെസ്സേജുണ്ട്. ഹിന്ദി അറിയാവുന്നവരോട് നിങ്ങൾ വിളിച്ചു പറയണം ടു ജോയിൻ ഇൻ. നാളെ രാവിലെ 11 മണിക്ക് തോമസ് കുട്ടി ബ്രദറുണ്ട്. തോമസ് കുട്ടി ബ്രദറിൻ്റെ ക്ലാസ് മിസ് ചെയ്യും. ഇന്ന് ബ്ലെസ് യു തോമസ് ബ്രദറെ, അത്ര എനിക്ക് പറയാനുള്ളൂ. യുവർ ക്ലാസ്സസ് അകത്തുനിന്ന് ഞാനിവിടെ അനി ഇവിടെ സാക്ഷ്യമാണ്. ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ ഡാൻസ് ചെയ്യാൻ വാട്ട് എ ഗ്രേറ്റ് ഗോഡ് വി ഹാവ്. തുള്ളിച്ചാടുമായിരുന്നു തോമസ് കുട്ടി ബ്രദറിൻ്റെ ക്ലാസ് കഴിഞ്ഞു. 1 minute മെസ്സേജ് കിട്ടാത്തവർ നിങ്ങളുടെ ഏരിയ കോഡും കൂടെ ചേർത്ത് വേണം അയക്കാൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു in Jesus' name.